നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൊക്ലിയിൽ കൊടിതോരണങ്ങൾ നീക്കം ചെയ്യാനെത്തിയ പോലീസും സിപിഎമ്മും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും. സിപിഎം ലോക്കൽ സെക്രട്ടറി ജയേഷിന് പരിക്ക്. 20 പേർക്കെതിരെ കേസ്. മട്ടന്നൂർ സബ് ജില്ലാ കായികമേളയ്ക്കിടെ തലശ്ശേരി സിന്തറ്റിക് ട്രാക്കിൽ നിന്നും കുട്ടികൾക്ക് പൊള്ളലേറ്റു. 10 കുട്ടികൾക്ക് പരിക്ക്. അപകടത്തിനിടയാക്കിയത് നട്ടുച്ച നേരത്തെ ഓട്ട മത്സരം. കണ്ണമ്പള്ളി നൂറുദ്ദീൻ സാഹിബ് പഠന ഗവേഷണ കേന്ദ്രത്തിന് നേരെ സിപിഎം അതിക്രമം. പ്രതിഷേധവുമായി UDF ഉപവാസ സമരം നടത്തി. നിർദ്ദിഷ്ട തീരദേശ ഹൈവേയുടെ തലശ്ശേരിയിലെ അലൈൻമെന്റ് മാറ്റണമെന്ന ആവശ്യവുമായി വ്യാപാരി തൊഴിലാളി സംഘടനകൾ. മട്ടാമ്പ്രത്ത് ബുധനാഴ്ച സമരപ്രഖ്യാപന കൺവെൻഷൻ. വിശദമായ വാർത്തകളിലേക്ക്. ചൊക്ലിയിൽ കൊടിതോരണങ്ങൾ നീക്കം ചെയ്യാനെത്തിയ പോലീസും CPIM പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും. CPIM ലോക്കൽ സെക്രട്ടറി P. ജയേഷിന് പരിക്കേറ്റു. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ജയേഷ് ഉൾപ്പെടെ 20 പേർക്കെതിരെ ചൊക്ലി പോലീസ് കേസെടുത്തു. ചൊക്ലിയിൽ CPI നേതാവിനെ പോലീസ് കയ്യേറ്റം ചെയ്തെന്ന് പരാതി. ചൊക്ലി മേനപ്പുറം ലോക്കൽ സെക്രട്ടറി T. ജയേഷിന് നേരെയാണ് പോലീസ് കയ്യേറ്റം. ഇന്നലെ രാത്രിയിലാണ് സംഭവം. കൂത്തുപറമ്പിലെ സാക്ഷി പുഷ്പൻ ദിനാചരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡും കൊടിമരവും ചൊക്ലി പോലീസ് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഉടലെടുത്ത തർക്കത്തിനിടയിലാണ് പോലീസ് കയ്യേറ്റം ചെയ്തെന്നാണ് ജയേഷ് പറയുന്നത്. നമ്മൾ നിയമാനുസൃതമായിട്ടുള്ള അനുവാദമെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ദിനാചരണം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും കൊടിമരം നീക്കം ചെയ്യണമെങ്കിൽ ഒന്ന് എന്നോട് പറയണം, അല്ലെങ്കിൽ നോട്ടീസ് അയക്കണം. നിയമപരമായിട്ടുള്ള ഒരു നടപടിയും പൂർത്തിയാക്കാതെ സ്വാഭാവികമായിട്ടും സിവിൽ ഡ്രസ്സിൽ വന്നിട്ടുള്ള CI ഈ കൊടിമരം പിഴുതെടുക്കുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം, പാർട്ടി പ്രവർത്തകർ പ്രതിരോധിക്കുമ്പോൾ ആ പ്രതിഷേധം അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നടന്നിട്ടുള്ള സംഭവം. ചൊക്ലി CIക്ക് എന്നോട് വ്യക്തിപരമായി തന്നെ വലിയ നിലക്കുള്ള വിരോധമുണ്ട്. എന്നോട് പറഞ്ഞ് നിന്നെ ഏതെങ്കിലും കേസിൽ പെടുത്തി ഞാൻ ജയിലിലടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പല ആളോടും പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കാരണം സ്വർണ്ണത്തൊഴിലാളി യൂണിയൻ ഏരിയ CITUവിൻ്റെ ഏരിയ പ്രസിഡൻ്റായിട്ടുള്ള നൈനേഷ് നമ്മുടെ മേനപ്പുറം ലോക്കലിലുള്ള ഒരു സഖാവായിരുന്നു. ആ സഖാവിനെ കാണാതായത് സംബന്ധിച്ച് ചൊക്ലി സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയപ്പോൾ പരാതി എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. നൈനേഷിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ നൈനേഷിൻ്റെ അച്ഛനും സ്റ്റേഷനിൽ കുത്തിയിരുന്ന സമയത്ത് മാത്രമാണ് ഏറ്റവും ഒടുവിൽ പരാതി പോലും സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടുള്ളത്. അപ്പം അത് സംബന്ധിച്ച് പാർട്ടി ലോക്കൽ കമ്മിറ്റി കേരള മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. മുഖ്യമന്ത്രി ആ പരാതി സ്വീകരിക്കുകയും ഫയൽ നമ്പറാക്കി അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ആ അന്വേഷണത്തിൽ കോഴിക്കോട് ASP ആണ് അതിൻ്റെ അന്വേഷണ ചുമതല. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് CI മഹേഷ് എന്നെ പ്രതി ചേർക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, നിൻ്റെ പേരിൽ കേസെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പലയാളോടും പറയുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുള്ളത്. തലക്ക് പരിക്കേറ്റുന്നത് പുഷ്പൻ്റെ കൊടിമരം പോലീസ് പിഴുതെറിയുന്നതിനിടയിൽ ആ കൊടിമരത്തിൻ്റെ അറ്റം എൻ്റെ തലയിൽ കൊണ്ടിട്ടാണ് എനിക്ക് തലക്ക് പരിക്ക് പറ്റിയിട്ടുള്ളത്. അതിലിപ്പോൾ പോലീസിന് എങ്ങനെ എടുക്കാമല്ലോ, ആ പോലീസ് എങ്ങനെ കേസെടുത്താലും അതിനെ 2 കൈ നീട്ടി സ്വീകരിക്കുകയല്ലാതെ വേറെ നിർവാഹമില്ലല്ലോ. യഥാർത്ഥത്തിൽ RSSനെ സഹായിക്കുന്ന ഒരു സമീപനമാണ് ചൊക്ലിയിലെ പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കൊടിമരം കൊണ്ട് തലക്ക് മുറിവേറ്റ ജയേഷിനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് RSS ഏജന്റായി പ്രവർത്തിക്കുകയാണെന്ന് ജയേഷ് ആരോപിക്കുന്നു. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ജയേഷ് ഉൾപ്പെടെ 20 CPM പ്രവർത്തകർക്കെതിരെ ചൊക്ലി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുസ്ഥലത്തെ കൊടിമരങ്ങളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യാൻ ശ്രമിച്ചതെന്ന് പോലീസ് പറയുന്നു.
മട്ടന്നൂർ സബ് ജില്ലാ കായികമേളയ്ക്കിടെ തലശ്ശേരി സിന്തറ്റിക് ട്രാക്കിൽ നിന്നും കുട്ടികൾക്ക് കാലിന് പൊള്ളലേറ്റു. 10 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. കനത്ത വെയിലിൽ നടത്തിയ 400 മീറ്റർ ഓട്ടത്തിലാണ് വിദ്യാർത്ഥികൾക്ക് പൊള്ളലേറ്റത്. ഷൂ ധരിക്കാതെ മത്സരത്തിൽ പങ്കെടുത്തതാണ് വിനയായത്. മട്ടന്നൂർ സബ് ജില്ലാ കായികമേള 2 ദിവസമായാണ് തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഉച്ചയ്ക്ക് 12:30 സംഭവം. മട്ടന്നൂർ GUP, മുട്ടന്നൂർ UP, ശിവപുരം HSS, വേങ്ങാട് മാപ്പിള UP, മെരുവമ്പായി UP എന്നിവിടങ്ങളിലെ കുട്ടികൾക്കാണ് കാലിന് പൊള്ളലേറ്റത്. ഇവരെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊള്ളലേറ്റ കുട്ടികൾ നിലവിളിച്ചുകൊണ്ടാണ് ആശുപത്രിയിലെത്തിയത്. ഐസ് കട്ട വെച്ചും ഓയിൻമെന്റ് വെച്ചുമാണ് വിദ്യാർത്ഥികളുടെ കാലിന്റെ നീറ്റലകറ്റിയത്. 400 മീറ്റർ ഓട്ടത്തിനിടെയാണ് കുട്ടികൾക്ക് കാലിന് പൊള്ളലേറ്റത്. കനത്ത വെയിലിൽ സിന്തറ്റിക് ട്രാക്കിൽ ഷൂ ഉപയോഗിക്കാതെ മത്സരം നടത്തിയതാണ് വിനയായത്. മികച്ച ട്രാക്കാണ് തലശ്ശേരിയിലേതെന്നതിനാലാണ് കായികമേള ഇവിടെ നടത്തിയതെന്നും UP സ്കൂൾ വിദ്യാർത്ഥികൾ ഓട്ട മത്സരത്തിന് ഷൂ കരുതാത്തതാണ് പൊള്ളലേൽക്കാൻ ഇടയാക്കിയതെന്നും ഷൂ ഇല്ലെന്ന കാരണത്താൽ വിദ്യാർത്ഥികളെ മാറ്റി നിർത്താനാവില്ലെന്നും സംഘാടകർ പറഞ്ഞു. 8 ഹയർ സെക്കൻഡറി, 8 ഹൈസ്കൂൾ, 28 UP സ്കൂൾ വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ചൊവ്വാഴ്ചയും മത്സരം തുടരും. കണ്ണമ്പള്ളി നൂറുദ്ദീൻ സാഹിബ് പഠന ഗവേഷണ കേന്ദ്രത്തിനു നേരെ CPIM അതിക്രമം കാണിച്ചെന്ന പരാതിയുമായി UDF. CPM നടപടിയിൽ പ്രതിഷേധിച്ച് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണമ്പള്ളിയിൽ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ഉപവാസ സമരം സംഘടിപ്പിച്ചു. കണ്ണമ്പള്ളി നൂറുദ്ദീൻ സാഹിബ് പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നെയിം ബോർഡ് എടുത്തുകൊണ്ടുപോവുകയും കോൺഗ്രസ് പതാകകൾ നശിപ്പിക്കുകയും ചെയ്ത CPM നടപടിയിൽ പ്രതിഷേധിച്ച് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണമ്പള്ളിയിൽ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ഉപവാസ സമരം സംഘടിപ്പിച്ചു. KPCC മുൻ എക്സിക്യൂട്ടീവ് അംഗം V. സുരേന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്ത് വരുത്തുന്ന മാറ്റങ്ങളിൽ വിരളികൊള്ളുന്നവരാണ് ഇത്തരത്തിലുള്ള രാത്രിയുടെ ഘട്ടങ്ങളിലൊക്കെ ആ സ്ഥാപനത്തിന്റെ ബോർഡ് മാത്രമല്ല അപ്പുറമുള്ള ഷെൽട്ടർ നിരന്തരമായി ആക്രമിക്കുന്ന ഒരു പ്രവണത ഈ നാട്ടിലുണ്ട്. എത്രയോ പ്രാവശ്യം ഇത്തരത്തിലുള്ള പ്രതിഷേധ സംഗമങ്ങൾ, പ്രതിഷേധ റാലികൾ എന്ന് വേണ്ട നിരന്തരമായി ഈ പഠന കേന്ദ്രം വരുന്നതിനു മുൻപേയും ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തനം അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു സത്യമുണ്ട്. അതിന്റെ പരിണതഫലം എന്നുള്ള നിലയിൽ സന്തോഷ് ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് പലപ്പോഴും മർദ്ദനമേൽക്കുകയും ആ മർദ്ദനത്തിന്റെ ഫലമായി സഹിക്കാൻ കഴിയാതെ കുറെ ആളുകൾ അതിനെതിരെയും നീങ്ങിയിട്ടുണ്ട് എന്നുള്ള വസ്തുത ഞാനിവിടെ വിസ്മരിക്കുന്നില്ല. പക്ഷെ അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഹാനികരമാണ് എന്ന് മനസ്സിലാക്കിയ പ്രവർത്തകർ ഇപ്പോഴേ ഇത്തരം പ്രയാസപൂർണമായ മാനസികമായി ക്ഷതമേൽപ്പിക്കുന്ന പ്രവർത്തനത്തെ മന്ദീഭവിക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ഗാന്ധിജി നമുക്ക് നൽകിയ നിർദ്ദേശം, സമര പാരമ്പര്യം, സമര പരിപാടി, ആ പരിപാടിയുടെ ഭാഗമെന്നുള്ള നിലയിലാണ് ഏറ്റവും വലിയ ഒരു സമരമാർഗം എന്നുള്ള നിലയിൽ ജനശ്രദ്ധയെ ആകർഷിക്കുന്നതിന് വേണ്ടി ഉപവാസ സമരം തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത്. DCC ജനറൽ സെക്രട്ടറി സന്തോഷ് കണ്ണമ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് P. സുരേഷ് ബാബു അധ്യക്ഷനായി. കണ്ടോത്ത് ഗോപി, ഹരിദാസ് മൊഗേരി, K. രമേശൻ, തേജസ് മുകുന്ദ്, KP പ്രമീഷ്, AK രജിത് എന്നിവർ സംസാരിച്ചു. രാജൻ കല്ലുമ്മൽ, മനോജ് കുമാർ N, കാർത്തികേയൻ BP, T. ഷിജുകുമാർ, സെൽമ ഷനോജ് എന്നിവർ നേതൃത്വം നൽകി. മാഹി സെന്റ് തെരേസ തീർത്ഥാടന ദേവാലയത്തിലെ കൂറ്റൻ ഗോപുരത്തിലെ ഘടികാരം ഒരു വിസ്മയ കാഴ്ചയാണ്. 170 വർഷങ്ങൾക്കിപ്പുറവും ഈ ഘടികാരം സമയത്തിലും കൃത്യതയിലും ഒരു ഇഞ്ച് പോലും തെറ്റാത്തതിന് പിന്നിൽ ഒരു സൂക്ഷിപ്പുകാരനുണ്ട്. മെക്കാനിക്കും സ്വർണ്ണപ്പണിക്കാരനുമായ ഈസ്റ്റ് പള്ളൂർ നെല്ലിയാട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ഭവിശാലയത്തിൽ AE ബാലകൃഷ്ണൻ. വാർത്ത കാണാം. മാഹി സെന്റ് തെരേസ തീർത്ഥാടന ദേവാലയത്തിലെ കൂറ്റൻ ഗോപുരത്തിലെ ഘടികാരം ഒരു വിസ്മയ കാഴ്ചയാണ്. 170 വർഷങ്ങൾക്കിപ്പുറവും ഈ ഘടികാരം സമയത്തിലും കൃത്യതയിലും ഒരു ഇഞ്ച് പോലും തെറ്റാത്തതിന് പിന്നിലൊരു സൂക്ഷിപ്പുകാരനുണ്ട്. മെക്കാനിക്കും സ്വർണ്ണപ്പണിക്കാരനുമായ ഈസ്റ്റ് പള്ളൂർ നെല്ലിയാട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ഭവിശാലയത്തിൽ AE ബാലകൃഷ്ണൻ.
പറയാൻ മെക്കാനിക്കൽ ബിരുദങ്ങളുടെ പിന്തുണയൊന്നുമില്ലെങ്കിലും ഈ ഫ്രഞ്ച് നിർമ്മിത ഘടികാരത്തിന്റെ ഓരോ പ്രവർത്തനവും ബാലകൃഷ്ണന് മനഃപ്പാടമാണ്. ഘടികാരത്തിന്റെ പരിപാലനം ഒരു നിയോഗം പോലെ വന്നതാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. 40 വർഷത്തോളം ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്തി പരിപാലിച്ചത് ബാലകൃഷ്ണന്റെ പിതാവ് ST ചന്തുവായിരുന്നു. പിതാവിന്റെ മരണശേഷമാണ് ബാലകൃഷ്ണൻ ഘടികാരത്തിന്റെ സൂക്ഷിപ്പുകാരനാവുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം ഘടികാരം വൈൻഡ് ചെയ്യണം. 2009 മുതൽ ഈ പ്രവൃത്തി മുടക്കമില്ലാതെ ബാലകൃഷ്ണൻ കൃത്യമായി നിർവഹിക്കുന്നു. തേയ്മാനം സംഭവിക്കുന്ന ഉപകരണങ്ങളെല്ലാം പുതിയത് വാങ്ങാൻ ലഭ്യമല്ലാത്തതിനാൽ ബാലകൃഷ്ണൻ അവ രൂപപ്പെടുത്തിയെടുക്കാറാണ് പതിവ്. 3 മാസം മുൻപാണ് യന്ത്രം അഴിച്ച് പുനർനിർമ്മിച്ചത്. 2018 ഇതിനു മുമ്പ് യന്ത്രം പൂർണ്ണമായും അഴിച്ച് പുനർനിർമ്മിച്ചത്. പള്ളിയിൽ നിന്നും നിശ്ചിത വേതനം ലഭിക്കാറുണ്ടെന്നും ഈ ഘടികാരത്തിന്റെ പരിപാലനം തനിക്ക് ലഭിച്ച സൗഭാഗ്യമായാണ് കരുതുന്നതെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു. ഈ ക്ലോക്ക് ഇവിടെ സ്ഥാപിച്ചത് കൊല്ലവർഷം 1855 പിന്നെ ഞാൻ ഈ കാര്യം ഏറ്റെടുത്തത് 2009. 16 വർഷമായി ഞാനിത് കൈകാര്യം ചെയ്തു. ഇതിനു മുമ്പ് എൻ്റെ അച്ഛനായിരുന്നു 30-35 വർഷത്തോളം ഇതിനെ പരിപാലിച്ചിരുന്നത്. പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് ഗ്രാവിറ്റി ഫോഴ്സിലാണ് ഇതിൻ്റെ പ്രവർത്തനം. സാധാരണയായി ക്ലോക്കുകൾ സ്പ്രിങ്ങിലാണ് വൈൻഡ് ചെയ്യുക. എന്നാൽ ഈ ക്ലോക്ക് ഗ്രാവിറ്റി ഫോഴ്സ് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ അറ്റകുറ്റപ്പണി അറിയുന്നവർ വളരെ കുറവാണ്. ഘടികാരം മാത്രമല്ല, വളരെ പഴക്കം ചെന്ന ബൈക്കുകളും ബാലകൃഷ്ണൻ പ്രവർത്തനക്ഷമമാക്കും. ഫ്രഞ്ചുകാരനായ എഞ്ചിനീയർ ഹിലാരിയാണ് പള്ളിയുടെ ഗോപുരത്തിൽ ഈ ഘടികാരവും യന്ത്രവും സ്ഥാപിച്ചത്. നഗരസഭ നൽകിയ ഘടികാര പരിപാലനത്തിന്റെ ചുമതല നേരത്തെ മാഹി നഗരസഭയ്ക്കായിരുന്നു. ചന്തുവിനെ ഇതിനായി ചുമതലപ്പെടുത്തിയതും വേതനം നൽകിയിരുന്നതും നഗരസഭയായിരുന്നു. ചന്തു സ്വർണ്ണപ്പണിക്കൊപ്പം വാച്ച് റിപ്പയറിംഗും ചെയ്തിരുന്നു. വിമുക്ത ഭടനായിരുന്നു. മാഹിയിൽ പോസ്റ്റ്മാനായും ജോലി ചെയ്തിട്ടുണ്ട്. മാഹി മുണ്ടോക്കിലായിരുന്നു ചന്തുവും ഭാര്യ ശ്രീദേവിയും കുടുംബവും താമസിച്ചത്. 8 മക്കളിൽ മൂത്ത മകനാണ് ബാലകൃഷ്ണൻ. ഭാര്യ പുഷ്പയും മകൻ കോയമ്പത്തൂരിൽ ഡെൽറ്റ ഇലക്ട്രോണിക്സിൽ ഏരിയ മാനേജറായ ബബീഷും മരുമകൾ ഹൃദ്യയും 2 പേരക്കുട്ടികളും ബാലകൃഷ്ണന് പിന്തുണയുമായി ഒപ്പമുണ്ട്. നാടകത്തിനിടെ വില്ലനായെത്തി നായയുടെ ആക്രമണം. മയിലിലാണ് അമ്പരപ്പിക്കുന്ന സംഭവം. ഞായറാഴ്ച രാത്രിയോടെയായിരുന്നു കൗതുകകരവും എന്നാൽ ഭീതി പരത്തിയതുമായ സംഭവം ഉണ്ടായത്. തെരുവുനായ ശല്യത്തിനെതിരെ ബോധവൽക്കരണ നാടകം അവതരിപ്പിക്കുന്നതിന് ഇടയിലാണ് നാടക നടന് നായയുടെ കടിയേറ്റത്. നാടകം കളിക്കുന്നതിനിടെ നടനെ സ്റ്റേജിൽ കയറി നായ കടിക്കുകയായിരുന്നു. കണ്ണൂർ കണ്ടക്കൈ സ്വദേശിയും നാടക പ്രവർത്തകനുമായ P. രാധാകൃഷ്ണനാണ് തെരുവുനായയുടെ കടിയേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ കണ്ടക്കൈ കൃഷ്ണപിള്ള സ്മാരക വായനശാലയിൽ നാടകം അവതരിപ്പിക്കുന്നതിനിടെയാണ് സംഭവം. തെരുവുനായ ശല്യത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി നടനും നാടകവേഷക്കാരനുമായ രാധാകൃഷ്ണൻ ഒരുക്കിയ ഏകപാത്ര നാടകം പേക്കാലം ആണ് വേദിയിൽ അവതരിപ്പിച്ചത്. ഏകദേശം 20 മിനിറ്റോളം ദൈർഘ്യമുള്ളതായിരുന്നു ഈ നാടകം ആരംഭിച്ച് കുറച്ച് മിനിറ്റുകൾ മാത്രം കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി കറുത്ത നിറത്തിലുള്ള നായ പുറത്തുനിന്നും കുരച്ചുകൊണ്ട് ഓടി സ്റ്റേജിലേക്ക് കയറി രാധാകൃഷ്ണന്റെ വലതു കാലിന് പിന്നിൽ കടിച്ച ശേഷം സ്ഥലം വിടുകയായിരുന്നു. സംഭവിച്ചത് ഞാൻ ഈ തെരുവ് നാടകം അതുപോലെ തന്നെ ഏകപാത്ര നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ തെരുവുനായ ശല്യത്തിനെതിരായിട്ട് ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ ഒരു ഏകപാത്ര നാടകം, ഒരു 20 മിനിറ്റുള്ള നാടകം നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്നെ വായനശാലയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ പ്രമേയം എന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു തെരുവുനായ വന്ന് കുട്ടിയെ ആക്രമിച്ച് കടിച്ചെന്ന ഒരു രംഗമായിരുന്നു. അത് സാങ്കല്പിക രംഗം. അപ്പോൾ അതിൻ്റെ ഈ സൗണ്ടും നായ കുറയ്ക്കുന്ന സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രംഗത്ത് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒറിജിനൽ നായ തന്നെ വന്നിട്ട് വേഗം വന്നിട്ട് എന്നെ കടിക്കുന്നത്. ശരിക്കും നായ കടിക്കുന്ന ഒരു രംഗമാണ് അവതരിപ്പിക്കുന്നത്. അത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്തുനിന്ന് നായ വന്ന് സ്റ്റേജിൽ കയറിയിട്ട് എന്നെ കടിക്കാനുണ്ടായത്. ആ സമയം നാടകത്തിൽ കുട്ടികൾക്ക് നേരെ തെരുവ് നായകളുടെ ആക്രമണം കാണിക്കുന്ന ഒരു രംഗം പശ്ചാത്തല ശബ്ദങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടി തെരുവ് നായയുടെ ആക്രമണത്തിന് ഇരയാകുന്ന രംഗമാണ് ശബ്ദ പശ്ചാത്തലത്തിൽ ഉപയോഗിച്ചിരുന്നത്. ഈ സമയത്താണ് നായയുടെ ആക്രമണം ഉണ്ടായതെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു. നാടകത്തിന്റെ ഭാഗമെന്ന് തെറ്റിദ്ധരിച്ച് പ്രതികരിക്കാതെ കാണികൾ നായയുടെ കടിയേറ്റിട്ടും സ്റ്റേജിൽ നിന്ന് ഇറങ്ങുകയോ നാടകാവതരണം നിർത്തുകയോ ചെയ്യാത്തതിനാൽ കാണികളും തെറ്റിദ്ധരിച്ചു.
എന്നാൽ പലരും നായ നാടകത്തിന്റെ ഭാഗമാണെന്നാണ് കരുതിയത്. നായ വേദിയിൽ കയറിയതും ഇറങ്ങിയതും കാണികൾ കണ്ടെങ്കിലും നാടകത്തിന്റെ ഭാഗമാണെന്ന് കരുതുകയായിരുന്നുവെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു. 10 മിനിറ്റോളം വേദന സഹിച്ച് നാടകം പൂർത്തിയാക്കിയ ശേഷമാണ് രാധാകൃഷ്ണൻ സംഘാടകരെ വിവരം അറിയിച്ചത്. യാഥാർത്ഥ്യമറിഞ്ഞ് പലരും ഭയക്കുകയും ആശങ്കപ്പെടുകയും ചെയ്തു. തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. വാക്സിൻ പൂർത്തീകരിക്കുന്നതേയുള്ളൂവെന്നും നാടകത്തിനുമപ്പുറം വർദ്ധിച്ചുവരുന്ന തെരുവുനായകളുടെ നേർചിത്രമാണ് കണ്ടതെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. നാടകരംഗത്ത് സജീവമായ രാധാകൃഷ്ണൻ ഇതുവരെ 5 വേദികളിലാണ് പേക്കാലം അവതരിപ്പിച്ചത്. നവഫാസിസ്റ്റ് രാഷ്ട്രീയ സംസ്കാരം രാജ്യത്ത് വളർന്നുവരാനുള്ള പ്രധാന കാരണം മാധ്യമപ്രവർത്തനത്തിലെ വൈകല്യമാണെന്ന് ജോൺ ബ്രിട്ടാസ് MP. ജനാധിപത്യത്തിന്റെ 4ാം തൂണായി സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം രാജ്യത്ത് ഇല്ലാതായെന്നും കോടിയേരി CH ചിരസ്മരണയുടെ ഭാഗമായുള്ള മാധ്യമ സെമിനാറിൽ നവഫാസിസ്റ്റ് കാലത്തെ മാധ്യമപ്രവർത്തനം, വെല്ലുവിളികൾ, പ്രതിരോധങ്ങൾ എന്ന വിഷയം അവതരിപ്പിക്കവേ അദ്ദേഹം പറഞ്ഞു. നവഫാസിസ്റ്റ് രാഷ്ട്രീയ സംസ്കാരം രാജ്യത്ത് വളർന്നു വരാനുള്ള പ്രധാന കാരണം മാധ്യമപ്രവർത്തനത്തിലെ വൈകല്യമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ജനാധിപത്യത്തിന്റെ 4ാം തൂണായി സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം രാജ്യത്ത് മാധ്യമപ്രവർത്തനത്തിന് ഇല്ലാതായെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീം കോടതിയിലെ മുഖ്യ ന്യായാധിപനായിരുന്ന ജസ്റ്റിസ് NV രമണ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം അസ്തമിച്ചിരിക്കുന്നു. ഇന്ന് ഡൽഹിയിൽ ഒരു മന്ത്രിയുടെ അഭിമുഖമാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവ് സ്റ്റോറി. മറ്റൊന്നിലേക്കും പോകാൻ കഴിയുന്നില്ല. ഇന്ത്യയിൽ കുംഭകോണങ്ങളോ അഴിമതികളോ ഇല്ലാത്തതുകൊണ്ടല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, CPM എന്നുള്ള ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തിയ ഇലക്ട്രൽ ബോണ്ടിൽ ഭാഗമാക്കാതെ വരുന്നത്. നമ്മുടെ നേതാവ് സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിൽ പോയി. ജനാധിപത്യത്തെ റാഞ്ചിയെടുക്കാൻ വേണ്ടി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമായി കൈകോർത്തുകൊണ്ട് കൊടുക്കൽ വാങ്ങൽ എന്നുള്ള പ്രക്രിയക്കെതിരെ അജഞ്ചലം നിലകൊണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി CPM ആയിരുന്നു. 100-200 കോടി റുപ്യല്ല, 18,000 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായി BJPയും കോൺഗ്രസും കൈപ്പറ്റി. ഇവിടെ വലിയ വർത്താനം പറഞ്ഞു വരുന്ന രാഹുൽ ഗാന്ധിയൊക്കെ ഉണ്ടല്ലോ, മൂപ്പറും പറ്റി 1,500-1,800 കോടി റുപ്യ. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? നവഫാസിസ്റ്റ് കാലത്തെ മാധ്യമപ്രവർത്തനം, വെല്ലുവിളികൾ, പ്രതിരോധങ്ങൾ എന്ന വിഷയത്തിലാണ് അദ്ദേഹം പ്രഭാഷണം നടത്തിയത്. ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് മാത്രമേ ഇന്നുള്ളൂവെന്നും MP ചൂണ്ടിക്കാട്ടി. കേരളത്തിന് വെളിയിലെ മാധ്യമപ്രവർത്തനം, പത്രക്കുറിപ്പുകൾ പത്രഭാഷയിലാക്കുക എന്നതാണ്. മാധ്യമലോകം നവഫാസിസ്റ്റ് ശക്തികൾ അടക്കി ഭരിക്കുകയാണെന്നും വസ്തുത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നിശബ്ദമാക്കുകയാണെന്നും ജോൺ ബ്രിട്ടാസ് കുറ്റപ്പെടുത്തി. രാജീവ് ഗാന്ധി ഭരിക്കുമ്പോഴാണ് ബോഫേഴ്സ് കുംഭകോണത്തിന്റെ കഥകൾ പുറത്തു വന്നത്. ഒരു മാധ്യമവും അന്ന് പതറിയില്ല. അതിനേക്കാൾ വലിയ കുംഭകോണങ്ങൾ ഇന്ന് നടക്കുന്നുണ്ടെങ്കിലും മാധ്യമങ്ങൾ നിശബ്ദമാണെന്നും ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി. 2,000-5,000 കോടി വാരിക്കൊടുക്കുന്ന കമ്പനികൾക്ക് തിരിച്ചു കൊടുത്ത കോൺട്രാക്റ്റുകൾ അന്വേഷിക്കാൻ വേണ്ടി ഏതെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ CBIയുടെ പിന്നാലെ പോയില്ല. ഇന്ത്യയിലെ ഏതെങ്കിലും പത്രങ്ങൾ, ഏതെങ്കിലും ടെലിവിഷൻ ഈ കൊടുക്കൽ വാങ്ങലിന്റെ വലിയൊരു കുംഭകോണത്തെ അന്വേഷിക്കാൻ വേണ്ടി തയ്യാറായി. അതിന് പകരം ഏതെങ്കിലും സഹകരണ ബാങ്കില് 10 റുപ്യയുടെ ക്രമക്കേട് എന്ന് പറഞ്ഞാൽ വെണ്ടക്ക നിരത്തുന്ന ഇവന്മാര് ഈ കോടാനുകോടി രൂപയുടെ കുംഭകോണത്തെ കുറിച്ച് കമാന്നൊരു അക്ഷരം പറഞ്ഞു. അതല്ലേലും പറയില്ല. ഇപ്പൊ ഞാൻ തലശ്ശേരിയിൽ ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട അവരുടെ വെൽഫെയർ കമ്മിറ്റിയുടെ ഒരു പരിപാടിക്ക് ഞാൻ പങ്കെടുത്തു വരുവാണ്. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ നാടുവാഴുത്ത കാലഘട്ടങ്ങളിൽ മനുഷ്യരെ അടിമകളാക്കാൻ വേണ്ടി വട്ടിപ്പലിശക്കാർ ശ്രമിച്ചപ്പോൾ അവർക്കതിൽ നിന്ന് കൊതറി രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കിയത് കേരളത്തിലെ മഹത്തായ സഹകരണ പ്രസ്ഥാനം. ഇന്നും ഉത്തരേന്ത്യയിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ 100 രൂപ വായ്പ വാങ്ങിയെന്ന ഒറ്റ കാരണം കൊണ്ട് ശിഷ്ടകാലം മുഴുവൻ കുടുംബം ഒന്നടങ്കം അടിമകളായി ഏതെങ്കിലും
എംബ്രാന്മാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ കേരളത്തെ കേരളമാക്കിയ സഹകരണ പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ മത്സരിച്ച് കച്ചകെട്ടി ഇറങ്ങിയപ്പോൾ ഇന്ത്യയുടെ ബാങ്കിൽ നിന്ന് 17 ലക്ഷം കോടി രൂപ 17 ലക്ഷം. ഒരു അഴിമതിയും പുറത്തു വരുന്നില്ല. മാധ്യമപ്രവർത്തനം എന്ന 4ാം തൂൺ പരിപൂർണമായും നിലംപൊത്തിയ പശ്ചാത്തലത്തിലാണ് നവഫാസിസം രാജ്യത്ത് പിടിമുറുക്കുന്നത്. 100 വർഷം പൂർത്തിയായ RSSന് വേണ്ടി സ്റ്റാമ്പും നാണയവും ഇറക്കുന്ന നിലയിലേക്ക് രാജ്യമെത്തിയെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ യുവതലമുറ പ്രക്ഷോഭങ്ങളിൽ ഇറങ്ങുന്നത് അപകടകരമാണെന്ന് മാധ്യമപ്രവർത്തകൻ TM ഹർഷൻ അഭിപ്രായപ്പെട്ടു. വെറുപ്പും വിദ്വേഷവും നുണയും പ്രചരിപ്പിക്കുകയാണ് AI ടൂളുകൾ. സത്യം പറയുന്ന മാധ്യമങ്ങളും ചിലപ്പോൾ നുണ പറയുകയാണ്. എന്നാൽ വസ്തുതകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നുണ പറയുന്ന ഒരു മാധ്യമത്തിനും സാധിക്കില്ല. കേരള വിരുദ്ധത ഉൽപ്പാദിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചോദിക്കുക ഇത് ആരാണ് പറഞ്ഞത് എന്ന് അറിയണമല്ലോ. അപ്പൊ ഞാനിങ്ങനെ എല്ലാ ടൂളുകളിലോടും ചോദിച്ചു, ആർക്കും അറിയില്ല ഇത് എവിടെയാണ് പറഞ്ഞതെന്ന് ആർക്കും ഒരു പിടിയില്ല. ഈ കാലത്ത് ഇതിങ്ങനെ പ്രയോഗത്തിലുണ്ട് എന്നുള്ളത് അറിയാം, പക്ഷെ ആരാണ് ആദ്യം പറഞ്ഞത് എന്നറിയില്ല. ഏറ്റവും ഒടുവിൽ ഒരു ടൂൾ എന്നോട് പറഞ്ഞു, ഇത് ആദ്യം പറഞ്ഞത് പ്രമുഖ മാർക്സിയൻ ചിന്തകനായ വിജയ് പ്രസാദാണ്. ഇപ്പം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഏറ്റവും അറിയപ്പെടുന്ന ഒരു മാർക്സിസ്റ്റ് ചിന്തകൻ എന്ന് പറയുന്നയാളാണ് വിജയ് പ്രസാദ്. അപ്പോൾ വിജയ് പ്രസാദാണ് ആദ്യം ഈ പ്രയോഗം നടക്കുക. ഞാൻ അന്തമിട്ടു, ശരിടാ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്നിട്ട് അത് എന്തുകൊണ്ട് പ്രയോഗിച്ചു എന്നതിൻ്റെ കാര്യകാരണങ്ങൾ ദീർഘമായി വിശദീകരിച്ചു ഈ ടൂൾ എന്നോട്. കോടിയേരി നോർത്തിലെ മൂഴിക്കരയിൽ സംഘടിപ്പിച്ച സെമിനാറിൽ കാരായി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. രമേശ് ബാബു, കാത്താണ്ടി റസാഖ്, PP ഗംഗാധരൻ, V സതി, വിജയൻ വെളിയമ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു. നിർദ്ദിഷ്ട തീരദേശ ഹൈവേയുടെ തലശ്ശേരി റൂട്ട് മാറ്റണമെന്ന ആവശ്യവുമായി നഗരത്തിലെ വിവിധ വ്യാപാരി തൊഴിലാളി സംഘടനകൾ പ്രത്യക്ഷ സമരത്തിലേക്ക്. സമരത്തിന്റെ ഭാഗമായി ബുധനാഴ്ച വൈകിട്ട് 3-ന് മട്ടാമ്പ്രം പള്ളി പരിസരത്ത് സമര പ്രഖ്യാപന കൺവെൻഷൻ ചേരുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തീരദേശ ഹൈവേ എന്ന പേരിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വടക്കേ മലബാറിലെ വാണിജ്യ നഗരം എന്ന് പേരുകേട്ട പൈതൃക നഗരിയായ തലശ്ശേരി വലിയങ്ങാടിയിലെ സൈദാർ വഴി മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഇരുഭാഗങ്ങളിലുമായി 1000-ഓളം വ്യാപാര സ്ഥാപനങ്ങൾ ഭൂരിഭാഗവും പൈതൃക നഗരിയിലെ പൈതൃക കെട്ടിടങ്ങളായി ഉപയോഗിച്ചു വരുന്നതാണ്. തീരദേശ ഹൈവേ ഇതുവഴി വരികയാണെങ്കിൽ കെട്ടിടങ്ങൾ ചിലത് ഭാഗികമായും ചിലത് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് വന്നു ചേരാൻ പോകുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഇതുവഴി തീരദേശ ഹൈവേ വരികയാണെങ്കിൽ ഈ റോഡിന്റെ ഇരുവശത്തിലുമുള്ള 1000-ൽ പരം വ്യാപാരികളുടെയും അതിലുപരി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 1000-ൽ പരം പീഡിക തൊഴിലാളികളുടെയും 500-ൽ പരം ചുമട്ടുതൊഴിലാളികളുടെയും കുടുംബം പട്ടിണിയിലാവുന്ന അവസ്ഥയാണ് വന്നു ചേരുക. ഇപ്പോൾ മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമായി ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മെയിൻ റോഡ് വഴിയുള്ള വാഹനയാത്ര ചുരുങ്ങുകയും പൂർണ്ണമായും റോഡിലെ തിരക്ക് ഒഴിവാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവഴിയുള്ള റോഡ് വികസനം ഒന്ന് പുനരാലോചനയ്ക്ക് വിധേയമാക്കാവുന്നതാണ്. ബുധനാഴ്ച വൈകിട്ട് 3-ന് മെയിൻ റോഡിൽ മട്ടാമ്പ്രം പരിസരത്ത് സമര പ്രഖ്യാപന കൺവെൻഷൻ ചേരും. കൺവെൻഷനിൽ നഗരത്തിലെ മുഴുവൻ വ്യാപാരികളെയും തൊഴിലാളികളെയും പങ്കെടുപ്പിക്കും. തുടർ പ്രക്ഷോഭം ഈ മാസം 15-ന് നടത്തും. അന്ന് രാവിലെ 10:30-ന് വ്യാപാരികളെയും തൊഴിലാളികളെയും പ്രദേശവാസികളെയും അണിനിരത്തി സൈദാർ പള്ളി പരിസരത്ത് നിന്ന് പ്രകടനമായി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബഹുജന ധർണ നടത്തും. നിലവിലുള്ള പ്ലാൻ പ്രകാരം തീരദേശ ഹൈവേ പണിതാൽ പൈതൃക നഗരമായ തലശ്ശേരിയുടെ വ്യാപാര കേന്ദ്രങ്ങൾ പാടെ ഇല്ലാതാവുകയും 400-ഓളം വ്യാപാര സ്ഥാപനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന 1000-ഓളം തൊഴിലാളികൾ, അനുബന്ധമായി ജോലി ചെയ്യുന്ന 500-ഓളം ചുമട്ടുതൊഴിലാളികളും പെരുവഴിയിലാവുമെന്ന് സംഘാടകർ പറഞ്ഞു. മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടെ തലശ്ശേരി മെയിൻ റോഡ് വഴിയുള്ള വാഹനഗതാഗതം ഏറെ ഇല്ലാതായ നിലയിലാണുള്ളത്. ഈ വഴി തീരദേശ ഹൈവേ പണിയുകയാണെങ്കിൽ റോഡിന് ഇരുവശത്തുമുള്ള കച്ചവട സ്ഥാപനങ്ങൾ മുഴുവൻ പൊളിച്ചു മാറ്റേണ്ടി വരും. ഈ സാഹചര്യം ഒഴിവാക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെയും ജില്ലാ ഭരണാധികാരികളെയും സ്ഥലം MLA കൂടിയായ സ്പീക്കറെയും സമീപിച്ച് നിവേദനങ്ങൾ നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ CC വർഗീസ്, AK സക്കറിയ, KN പ്രസാദ്, VP അനിൽകുമാർ, അഷ്റഫ് ലാല, PM വിനോദ് കുമാർ, TK പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ ഏർപ്പെടുത്തിയ സംരംഭക ശ്രേഷ്ഠ പുരസ്കാരം റബ്കോയ്ക്ക് സമ്മാനിച്ചു.
സംസ്ഥാനത്തെ മികച്ച സംരംഭങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുത്ത റബ്കോയ്ക്ക് സംസ്ഥാന രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുരസ്കാരം സമ്മാനിച്ചു. റബ്കോ ചെയർമാൻ കാരായി രാജൻ മന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ റബ്കോയുടെ പുതിയ സ്റ്റഡി ടേബിളിന്റെ ഉദ്ഘാടനവും നടന്നു. റബ്കോയുടെ ചെയർമാനായ ശ്രീ കാരായി രാജൻ സാറാണ് ഞങ്ങളുടെ ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങുന്നത്. റബ്കോ എന്ന ബ്രാൻഡിനെ ലോകത്തിന് മുന്നിൽ എത്തിച്ച് മലയാളികൾക്ക് അഭിമാനമായി മാറിയ മലയാള നാടിന്റെ പ്രശസ്തി വാനോളം എത്തിച്ച ഞങ്ങളുടെ റബ്കോയുടെ ചെയർമാൻ ശ്രീ കാരായി രാജൻ, അദ്ദേഹത്തിന് ഞങ്ങളുടെ മിനിസ്റ്റർ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ സംരംഭക ശ്രേഷ്ഠ പുരസ്കാരം ഇവിടെ ഇതാ കൈമാറുകയാണ്. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇതാ അദ്ദേഹത്തിന് ഈ ഒരു അംഗീകാരം നൽകുകയാണ്. സോ ഈ ഒരു മൊമെന്റിൽ കേരള വിഷന്റെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് 2025 സംഘടിപ്പിച്ച ചടങ്ങിലാണ് ഈ അംഗീകാരം പ്രഖ്യാപിച്ചത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് താങ്ങും തണലാകുകയും ഗ്രാമീണ മേഖലയിൽ തൊഴിൽ നൽകി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് റബ്കോയ്ക്ക് ഈ പുരസ്കാരം നൽകിയത്. തലശ്ശേരിയിലെ ഒ ചന്തുമേനോൻ സ്മാരക വലിയ മാടാവിൽ ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥി അഹാൻ അനൂപിന്റെ ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന പ്രചോദനാത്മകമായ വരികളുടെ പേരിലാണ് റബ്കോയുടെ പുതിയ സ്റ്റഡി ടേബിൾ പുറത്തിറക്കിയിരിക്കുന്നത്. കണ്ണൂർ നായനാർ അക്കാദമിയിൽ ഒരുക്കിയ ചടങ്ങിൽ വെച്ച് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അഹാൻ അനൂപിന് പുതിയ സ്റ്റഡി ടേബിൾ നൽകി ലോഞ്ചിങ് കർമ്മം നിർവഹിച്ചു. ഈ ഒരു പ്രോജക്ട് ലോഞ്ചിന്റെ അൺവീലിംഗ് ആണ് ചെയ്യുന്നത് ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറാണ്. പഠനത്തിന്റെ പുതു വഴികാട്ടി നിങ്ങളെ കാണാം. സക്സസ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ ഈ ഒരു സ്റ്റഡി ടേബിളാണ് റബ്കോയുടെ ഭാഗത്ത് നിന്ന് ഗ്രാൻഡ് ലോഞ്ച് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. നിരന്തരം കഴിഞ്ഞ് നൽകിക്കൊണ്ട് റബ്കോയുടെ പുതിയ ഉൽപ്പന്നം കുട്ടികളിലെ പഠനത്തിനും സർഗാത്മകതയ്ക്കും ഊർജം പകരുന്ന ഒരു സംരംഭമായാണ് വിപണിയിൽ എത്തുന്നത്. ചടങ്ങിൽ റബ്കോ ചെയർമാൻ കാരായി രാജൻ, റബ്കോ ഫാക്ടറി മാനേജർ KC ശ്രീജേഷ് എന്നിവർ ഉൾപ്പെടെ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കാളികളായി. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. ആശുപത്രിക്ക് സമീപമൊരുക്കിയ പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് ഉദ്ഘാടനം നടന്നത്. തലശ്ശേരി മഞ്ഞോടി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പുതുതായി നിർമ്മിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിട നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം കെ സുധാകരൻ MP ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. സഹകരണ രംഗത്ത് ഇതുപോലെ ഒരു പ്രസ്ഥാനം ഉയർന്നു വന്നു എന്ന് പറയുന്നത് ഞാൻ തീർച്ചയായും അത്ഭുതത്തോടെയാണ് ഞാനിത് നോക്കിക്കാണുന്നത്. ഒരു കൊച്ചു സഹകരണ സ്ഥാപനം ഇതുപോലെ ജനമനസ്സിൽ സ്ഥാനം നേടി ജനങ്ങളെ വിശ്വാസം കയ്യിലെടുത്ത് ജനക്കൂട്ടത്തെ കൂടെ നിർത്തി ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റി ആളുകളുടെ ആവശ്യങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമായി ഈ സ്ഥാപനത്തെ മാറ്റിയെടുക്കാൻ സാധിച്ച ഇതിൻ്റെ സംഘാടകരെ എങ്ങനെ അഭിനന്ദിക്കണം എന്നെനിക്കറിയില്ല. ഒരു പൊതുജന സമ്പർക്കം ഒരു വലിയ പ്രസ്ഥാനമാകാറുണ്ട്. ആ ഒരു അനുഭവമാണ് നമുക്കിവിടെ. ഒരു വലിയ പ്രസ്ഥാനമായി ഇത് മാറിയിരിക്കുകയാണ്. ഇത്രയൊന്നും ആളുകളെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഈ സ്ഥാപനത്തിൽ നിങ്ങളുടെ വിശ്വാസമാണ്. സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകന്മാരും അനുഭാവികളും ഈ സ്ഥാപനത്തിൽ കാട്ടിയ മികവുറ്റ വിശ്വാസമാണ് നമ്മുടെ ഈ വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണക്കാരായ ആളുകൾ സ്ഥാപനത്തോട് കാട്ടിയ മികവുറ്റ വിശ്വാസ്യതയാണ് സ്ഥാപനത്തെ ഉയർച്ചയിലേക്ക് നയിച്ചതെന്ന് കെ സുധാകരൻ MP പറഞ്ഞു. ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി നാടിനെ നന്മയെ കരുതി ഉണ്ടാക്കിയതാണെന്ന തിരിച്ചറിവോടെ എന്നും പ്രവർത്തിച്ചാൽ ആശുപത്രിയെ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് സിൽവർ ജൂബിലി ആഘോഷവും ചാരിറ്റി പ്രവർത്തനവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. നാടിന്റെ ചരിത്രം അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും ആ പേര് ഒരു പ്രചോദനമാണ്. രാജ്യസ്നേഹത്തിന്റെ പേരിൽ രാജ്യത്തെ
ജനത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചതിൻ്റെ ധീരമായ ഓർമ്മകളാണ്, സ്മരണകളാണ് ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്കും തലച്ചോറിലേക്കും ഒക്കെ അതിങ്ങനെ പടർന്ന് പന്തലിക്കുക. ഇന്ദിരാഗാന്ധി എന്ന പേര് നാടിന് അഭിമാനവും മേൽവിലാസവുമാണെങ്കിൽ ഇന്ദിരാഗാന്ധി ആശുപത്രി തലശ്ശേരിക്കാർക്ക് ഒരു വികാരവും അഭിമാനവുമാണ് എന്ന് തെളിയിക്കുന്ന ഒരു മഹാസംഗമമാണ് നിങ്ങളിപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ സാജുവേട്ടൻ്റെ ഈ പരിപാടിയുടെ തറക്കല്ലിടൽ ചടങ്ങുണ്ട്, വരണം, സുധാകരേട്ടനും ഉണ്ടാവും എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ മനസ്സിൽ വിചാരിച്ചത് നമ്മുടെ നിലവിലുള്ള ആശുപത്രിയുടെ മുറ്റത്തൊരു ചെറിയ പരിപാടിയായിരിക്കും, അതല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ ഒരു പരിപാടിയായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാളിൽ ഒരു പരിപാടിയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ കടന്നു വന്നത്. അപ്പം ആശുപത്രി എത്താറാകുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്ന ആശുപത്രിയിലല്ല കുറച്ച് ഇപ്പുറത്തേക്ക് കാണുന്നത്. അപ്പോഴും ഞാൻ ഈ ജനക്കൂട്ടത്തെയും ഇതുപോലെ വിപുലമായ ഒരു ജനസഞ്ചയത്തെയും വലിയ ഒരുക്കങ്ങളോടുകൂടി വലിയ ആവേശത്തോടെ, ആത്മാർത്ഥതയോടെ, അഭിമാനത്തോടെ നടത്തുന്ന ഒരു സംഗമവും പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ കടന്നു വന്നപ്പോൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ സ്ഥാപനത്തോടുള്ള താല്പര്യം ഞാൻ ഈ വേദിയേക്കാൾ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സദസ്സിൽ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനങ്ങളും ആദ്യം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രസിഡന്റ് ഇൻചാർജ് കണ്ടോത്ത് ഗോപി അധ്യക്ഷനായി. KP സാജു സ്വാഗതം പറഞ്ഞു. നഗരസഭ വൈസ് ചെയർമാൻ MV ജയരാജൻ ബ്രോഷർ പ്രകാശനം ചെയ്തു. ലോഗോ പ്രകാശനം DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നിർവഹിച്ചു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രഞ്ജിത്ത് രാമകൃഷ്ണൻ, തലശ്ശേരി IMA പ്രസിഡന്റ് ഡോക്ടർ നദീം അബൂട്ടി, ജീവനക്കാരുടെ പ്രതിനിധി ദീപു മാവിലായി, ഡയറക്ടർ അഡ്വക്കേറ്റ് K ഷുഹൈബ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ PB രഞ്ജിത്ത്, അഡ്വക്കേറ്റ് CG അരുൺ, സുശീൽ ചന്ദ്രോത്ത്, മിഥുൻ മാറോളി, AV ശൈലജ, നിട്ടൂർ മുഹമ്മദ്, മനോജ് അണിയാരത്ത്, CK ദിലീപ് കുമാർ, മീറ സുരേന്ദ്രൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കോടിയേരി ഈങ്ങേൽ പീടികയിലെ മഞ്ചരി നാട്യകലാലയം 34ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പരിപാടി നടന്നത്. കലാമണ്ഡലം പ്രിൻസിപ്പൽ പ്രൊഫസർ കലാമണ്ഡലം ഗോപകുമാർ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കോടിയേരി മഞ്ചേരി നാട്യകലാലയം 34ാം വാർഷികം ആഘോഷിച്ചു. തലശ്ശേരി നഗരസഭാ ടൗൺ ഹാളിലാണ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. കലാമണ്ഡലം പ്രിൻസിപ്പൽ പ്രൊഫസർ കലാമണ്ഡലം ഗോപകുമാർ വാർഷികാഘോഷ പരിപാടികൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. മഞ്ചേരി നാട്യകലാലയത്തിന്റെ മുഹൂർത്തം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ കലാപ്രിയർക്കും വഹിക്കുവാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിരിക്കുകയാണ്. മുഴുവൻ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ഇന്നത്തെ പുതിയ തലമുറ പഴയാക്കാനല്ല, അമ്മമാരെ പുതിയ കുട്ടികൾ. അപ്പോ അതിന് പഴയ ആൾക്കാർ പറയുന്നത് യോഗാഭ്യാസം, യോഗ. പക്ഷേ കുറെ വർഷം മുമ്പ് നാഷണൽ യോഗ ഡേക്ക് ഞാനൊരു സംവിധാനം ആലോചിച്ചു. ഈ യോഗാസനങ്ങളെല്ലാം നിശ്ചലമാണ്. പത്മാസനം ഇരിക്കുകയാണ്, ശീർഷാസനം മുകളിലേക്ക് ഇരിക്കുകയാണ്, കാലുകൊണ്ടുണ്ടാക്കി ഗരുഡാസനം, അങ്ങനെ ഓരോ ആസനങ്ങളും നിശ്ചലമാണ് ആസനങ്ങൾ. എന്നാൽ നൃത്തം അങ്ങനെയല്ല. അംഗപ്രത്യായ ഉപാംഗങ്ങൾ ഉൾപ്പെടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്താ കാണുക, നമ്മുടെ രക്തസഞ്ചാരം സുഗമമായി നടക്കുന്നു. നമ്മൾ രോഗത്തിൽ നിന്നും മുക്തരായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ പല സ്ഥാപനങ്ങളും ഇതുപോലെ പങ്കെടുക്കാറുണ്ട് പരിപാടിയൊക്കെ. ഇപ്പൊ കുട്ടികളെക്കാൾ കൂടുതൽ പഠിക്കാൻ പറ്റുന്ന അമ്മമാരാണ്. ഇപ്പൊ അമ്മമാരായിട്ട് കൂടുതൽ പഠിക്കാൻ പറ്റും. എന്താ, ഇപ്പൊ കൈകാലിന്റെ തരപ്പും വേദനയൊക്കെ മാറാൻ ഈ കളിക്ക് നല്ലതാണ് എന്നാണ് തിരിച്ചറിഞ്ഞു തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് അമ്മമാര് ഇപ്പൊ വെള്ളക്കോരുണ്ടല്ലോ, അരിയാട്ടുണ്ടല്ലോ, നെല്ലുകുത്തുണ്ടല്ലോ. അതുകൊണ്ട് അമ്മമാര് ഡാൻസ് പഠിക്കാം, മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടിയൊക്കെ പഠിക്കാൻ തുടങ്ങി. അപ്പോ മാനസിക ഉല്ലാസം മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിനും ഉതകുന്ന ഒരു പ്രക്രിയയാണ് കല. ഏതായാലും ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നില്ല, കാരണം എനിക്ക് ഒന്നും മനസ്സിലായി.
നേരത്തെ കുട്ടികളുടെ പ്രോഗ്രാം കാണാൻ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാരാണ്. ഇപ്പോ ആ തലയുടെ എണ്ണം കുറഞ്ഞു. അപ്പോ ഈ പ്രഭാഷണം കേൾക്കാൻ ആർക്ക് താല്പര്യമുണ്ടാകും? തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ അധ്യക്ഷയായി. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കളായ ഡോക്ടർ ഷിബ കൃഷ്ണകുമാർ, കണ്ണൂർ ബാലകൃഷ്ണ മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഒരു മഹാനായ കലാകാരനാണ് സംസ്ഥാന യുവജനോത്സവം രചനാ മത്സര വിജയി ശിവാനി B നായരെയും ചടങ്ങിൽ ആദരിച്ചു. മഞ്ചേരി നാട്യകലാലയം സെക്രട്ടറി ശ്രീധന്യൻ സ്വാഗതം പറഞ്ഞു. തലശ്ശേരി പ്രസ് ക്ലബ് സെക്രട്ടറി അനീഷ് പാതിരിയാട്, മഞ്ചേരി നാട്യകലാലയത്തിലെ PB നന്ദഗോപാൽ, സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് KP വത്സൻ മാസ്റ്റർ സംവിധാനം ചെയ്ത നൃത്തമഞ്ചേരിയും അരങ്ങേറി. വാർഷികാഘോഷവേളയിൽ നൃത്ത പഠനത്തിൽ 5 വർഷം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് നാട്യപ്രഥമിക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സംവിധാനം നൽകിയ മഞ്ചേരി കൂലിക്ക് ചോദിക്കുന്നു, പിടിച്ചു കൊണ്ടുവാ. കോലത്തിരിമാരും സാമൂതിരിമാരും പണിരും തോഴരും പങ്കിട്ടെടുത്തരും മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന ആനത്തലവട്ടം ആനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CITU തലശ്ശേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി K മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. CITU തലശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ സംഘടിപ്പിച്ച ആനത്തലവട്ടം ആനന്ദൻ അനുസ്മരണ സമ്മേളനം CITU കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി K മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. T രാഘവൻ പതാക ഉയർത്തി. TP ശ്രീധരൻ, ST ജെയ്സൺ, A രമേഷ് ബാബു, P പ്രമോദ്, VP വിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുച്ഛമായ കൂലി കിട്ടുന്ന ഒരു തൊഴിലാളി വിഭാഗമായിരുന്നു കയർ തൊഴിലാളി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്താൽ, 14 മണിക്കൂർ ജോലി ചെയ്താൽ ഞങ്ങൾക്ക് 4 അണ കൂലി ലഭിക്കണം എന്ന ആവശ്യം ആയിരുന്നു. ആ 4 അണ കൂലിക്ക് വേണ്ടിയിട്ട് അവർ നടത്തുന്ന സമരം സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന അവസരത്തിൽ തന്നെ സ്കൂളും വിട്ടുവന്നു കഴിഞ്ഞാൽ ആ തൊഴിലാളികളോടൊപ്പം ചേർന്ന് അവരുടെ സമരത്തിനകത്ത് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെല്ലാം വിളിച്ചു ചെയ്തു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്കു ശേഷം. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം,
പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. പള്ളൂർ ശ്രീ വിനായക കലാക്ഷേത്രം പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളർ, ശാസ്ത്രീയ സംഗീതം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധരായ അധ്യാപകരുടെ സേവനം. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഒക്ടോബർ 2 രാവിലെ 10 മണിക്ക് പള്ളൂർ ഗണപതി വിലാസം സ്കൂളിൽ വെച്ച് ആരംഭിക്കുന്നു. ബന്ധപ്പെടുക 953981 986 9447642330. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. മലയാള കലാഗ്രാമത്തിലെ നിലവിലുള്ള കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, സംഗീതം, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. വിദഗ്ധ അധ്യാപകർ, വിസിറ്റിംഗ് ഫാക്കൽറ്റി സേവനങ്ങൾ. ബന്ധപ്പെടേണ്ട നമ്പർ 0490-233-2961, 7907361149, 9447646125. Invest in paces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. മറ്റ് വാർത്തകളിലേക്ക്. അണിയാരം ചെറുവോട്ട് ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ മദദെ മദീന 25 ഷൈഖ് ജിലാനി അനുസ്മരണം സംഘടിപ്പിച്ചു. മഹല്ല് ഖാസി അയ്യൂബ് സഖാഫി അണിയാരം ഉദ്ഘാടനം ചെയ്തു. അണിയാരം ചെറുവോട്ട് ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ മദദെ മദീന 25 ഷൈഖ് ജിലാനി അനുസ്മരണം സംഘടിപ്പിച്ചു. മഹല്ല് ഖാസി അയ്യൂബ് സഖാഫി അണിയാരം ഉദ്ഘാടനം ചെയ്തു. നിനക്കും എന്നോട് ചോദ്യം ചോദിക്കണമെന്നൊക്കെയുണ്ട്. നിന്നെ കൊണ്ട് അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ പരീക്ഷിക്കും. നിനക്ക് ദുനിയാവ് ഒരുപാട് അള്ളാഹു തരും. അതാണ് നിന്റെ പരീക്ഷണം. ദുനിയാവ്
കൊടുക്കൽ പരീക്ഷണമാണ്. പണം ധാരാളം നിനക്ക് വരും, പണം കൊണ്ട് നിന്നെ അല്ലാഹു പരീക്ഷിക്കും. പണം കുറെ കിട്ടിയത് കൊണ്ട് അയാൾ വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവും സമ്പത്തും അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്കും കൊടുക്കും, ഇഷ്ടമില്ലാത്ത ആളുകൾക്കും കൊടുക്കും. പക്ഷേ ദീനും തഖ്വയും അല്ലാഹു കൊടുക്കുന്നത് അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമേ അല്ലാഹു തആല കൊടുക്കുകയുള്ളൂ. നേരെ പണവും ദുനിയാവും അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ആൾക്കും കൊടുക്കും, ഇഷ്ടമില്ലാത്ത ആളുകൾക്കും കൊടുക്കും. പണം കിട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ വലിയ അധികാരം കിട്ടിയത് കൊണ്ട് അയാൾ വലിയ ആളാണെന്ന് ചിന്തിക്കാൻ ഇസ്ലാമിക പ്രമാണങ്ങളിൽ അടിസ്ഥാനമില്ല. നല്ല സ്വഭാവവും തഖ്വയുമുള്ള ജീവിതമാണോ എങ്കിൽ അല്ലാഹു അയാളെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ വലിയ തെളിവാണ്. ഔസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടോ സയ്യിദേ, നിനക്ക് ഒരുപാട് ദുനിയാവിലെന്നുകൊണ്ട് നിന്നെ പരീക്ഷിക്കും. എന്നാൽ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ഔസ് അടുത്തേക്ക് വിളിച്ച് അടുപ്പിച്ചിട്ട് മഹാനവറുകൾ പറയുകയാണ്. ഷെയ്ഖ് ജിലാനി അനുസ്മരണവും അരിവിതരണവും അണിയാരം ചെറുവോട്ട് ജുമാ മസ്ജിദിൽ നടന്നു. പരിപാടിയിൽ പ്രശസ്ത വാഗ്മിയും ഖാരിയുമായ മുസ്തഫ സഖാഫി തന്നലിയുടെ മുഹൈദ്ദീൻ മാല പാടിപ്പറയൽ അവതരണം നടന്നു. മഹല്ല് പ്രസിഡന്റ് മൂസ ഹാജി മാണിക്കോത്ത് അധ്യക്ഷനായി. പരിപാടിയിൽ മഹല്ല് ഗാളി അയ്യൂബ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. ചെറുവോട്ട് മുദ്രിസ് ഹംസ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. മഹല്ല് സെക്രട്ടറി മൊട്ടത്ത് ഹമീദ് ഹാജി സ്വാഗതവും പള്ളി പരിപാലന കമ്മിറ്റി സെക്രട്ടറി അബ്ദുൽ മജീദ് കുരോത്ത് നന്ദിയും പറഞ്ഞു. കണ്ണമള്ളി മഹാത്മാ യുവ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ടി ദാമോദരൻ മാസ്റ്റർ, എൻ പത്മനാഭൻ മാസ്റ്റർ അനുസ്മരണവും ഗാനസന്ധ്യയും സംഘടിപ്പിച്ചു. പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണമ്പള്ളി മഹാത്മാ യുവ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ടി ദാമോദരൻ മാസ്റ്റർ, എൻ പത്മനാഭൻ മാസ്റ്റർ അനുസ്മരണവും ഗാനസന്ധ്യയും സംഘടിപ്പിച്ചു. പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം പരിപാടി ഉദ്ഘാടനം ചെയ്തു. അറിയാതെ കടന്നു വരും നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക്. അവിടെ അനൗൺസറായും ബോൾ എടുത്തുകൊടുത്തും ട്രാക്ക് വരയുന്ന കാര്യങ്ങളിലായാലും സെക്കൻഡ് റഫറിയുടെ റോൾ എടുത്തുകൊണ്ടും ഓരോ തലങ്ങളിലും നമ്മുടെ കേരളോത്സവം നടക്കുമ്പോൾ ചെസ് നമ്പർ വായിക്കാൻ മൈക്ക് എടുക്കുന്ന കൂട്ടത്തിലും സ്റ്റേജിലേക്ക് ആളുകളെ എത്തിക്കുന്ന കാര്യത്തിലും എല്ലാം ദാമോദരൻ മാസ്റ്റർ മുന്നിലായാലും പിന്നിലായാലും ഉണ്ടാകും. അത്തരത്തിൽ ഈ നാടിന് നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ വ്യക്തിത്വമായിരുന്നു ദാമോദരൻ മാസ്റ്റർ. വി ഒ ശ്രീജിത്ത് അധ്യക്ഷനായി. കെ കെ വിജയൻ, വി പി പ്രേമകൃഷ്ണൻ, വി പി സജീവൻ, കെ ശശികുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. തുടർന്ന് ഗാനസന്ധ്യയും അരങ്ങേറി. സിദ്ധാർത്ഥ് എറിഞ്ഞു 3ാം സ്ഥാനം. ദൈവമൊന്ന് കുറിവരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാ ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പൊന്ന്യം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്ന്യം കുണ്ടുചിറയിലെ വയോജന കേന്ദ്രത്തിൽ വയോജന ദിനം സംഘടിപ്പിച്ചു. പ്രശസ്ത ചിത്രകാരൻ പൊന്ന്യൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചിത്രകാരൻ പൊന്ന്യൻ ചന്ദ്രൻ മാസ്റ്റർ കുണ്ടുചിറയിൽ വയോജന കേന്ദ്രത്തിൽ ഒരുക്കിയ വയോജന ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 85 വയസ്സ് കഴിഞ്ഞ മുഴുവൻ വയോജനങ്ങളെയും ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു.
KP ജാനകി, ನಮ್ಮ ഊന്നൽ TP കൃഷ്ണൻ, ഇത് കഴിഞ്ഞ പാറായി വാസു, ബാലേന്ദ്രനായി ഇല്ലാതോ കാണാനാട്ടും. ഭാസ്കരൻ കൂരാറത്ത്, സി വത്സൻ, മുരിക്കോളിചന്ദ്രൻ, മാണിയത്ത് വിമല, കെ വിശ്വനാഥൻ, കെ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നോത്തുപറമ്പ് മണ്ഡലം വാർഷിക സമ്മേളനവും നവാഗതർക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. കൊളവല്ലൂർ LP സ്കൂളിലാണ് പരിപാടി നടന്നത്. KSSPA കുന്നോത്തുപറമ്പ് മണ്ഡലം വാർഷിക സമ്മേളനവും നവാഗതർക്കുള്ള സ്വീകരണവും വിപുലമായ പരിപാടികളോടെ താഴെ കുന്നോത്തുപറമ്പിൽ സംഘടിപ്പിച്ചു. കൊളവല്ലൂർ LP സ്കൂളിൽ പ്രത്യേകം സജ്ജീകരിച്ച CT സുധാകരൻ മാസ്റ്റർ നഗറിലാണ് സമ്മേളനം നടന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. സമീപനം ഇതൊക്കെ കൊണ്ട് തന്നെ ഇന്ന് പെൻഷൻ സമൂഹം വളരെ ആവേശത്തോടുകൂടിയാണ്, അല്ലെങ്കിൽ ആശയോടും പ്രത്യാശയോടും കൂടിയാണ് നമ്മുടെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു ഏകാധിപതിയുടെ ഭരണത്തിന് കീഴിൽ തികച്ചും നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്ന പിണറായി വിജയന്റെ ആ നിലപാടിനോട് പൊരുന്ന ഏക സംഘടന കഴിഞ്ഞ 10 വർഷമായി നിരന്തരം പോരാട്ടത്തിൽ ഉള്ള ഒരു സംഘടനയാണ്. ഒരേ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട്, അതാണ് ഗതികേട്. ഈ 10 വർഷം നമ്മൾ ഉന്നയിക്കുന്ന ഡിമാൻഡ് ഒന്നാണ്. നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് PB മാധവൻ നമ്പ്യാർ അധ്യക്ഷനായി. സെക്രട്ടറി TK ചന്ദ്രൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AK സുധാകരൻ മുഖ്യ പ്രഭാഷണം നടത്തി. അസോസിയേഷൻ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം പ്രസിഡന്റ് K സുധാകരൻ നവാഗതരെ സ്വീകരിച്ചു. K അശോകൻ, KP വിജീഷ്, A രവീന്ദ്രൻ, UN സത്യചന്ദ്രൻ, VP സുകുമാരൻ, C പുരുഷ മാസ്റ്റർ, P കൃഷ്ണൻ മാസ്റ്റർ, KP ശ്രീവത്സൻ, K ഭാസ്കരൻ മാസ്റ്റർ, PK സുരേന്ദ്രൻ, ബേബി സരോജം, MP നാരായണ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചു. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളകളിലായി 100-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂൾ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളകളിൽ 100-ലധികം വിദ്യാർത്ഥികൾ പങ്കാളികളായി. കുട്ടികളിൽ ശാസ്ത്ര അഭിരുചി വർദ്ധിപ്പിക്കുന്നതിനും വിവിധ മേഖലകളിൽ അവരുടെ കഴിവുകൾ തിരിച്ചറിയുന്നതിനു വേണ്ടിയാണ് ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചത്. പ്രധാന അധ്യാപകൻ VK അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. KT ജാഫർ അധ്യക്ഷനായി. ശാസ്ത്രോത്സവം കൺവീനർ റഫീഖ് കാരക്കണ്ടി സ്വാഗതം പറഞ്ഞു. MP അബ്ദുൽ കരീം, AP റഷീദ്, P മജീദ്, PK നൌഷാദ്, KM സമീർ, NP റമീസ്, OP സുമയ്യ എന്നിവർ സംസാരിച്ചു. കുന്നത്തൂർപ്പാടി മുത്തപ്പൻ മടപ്പുര ദേവസ്ഥാനത്തെ ഈ വർഷത്തെ പുത്തരി മഹോത്സവം ഈ മാസം 11, 12 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി പാരമ്പര്യ ട്രസ്റ്റി SK കുഞ്ഞിരാമൻ നായനാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുത്തപ്പന്റെ ആരൂഢ സ്ഥാനമായ കണ്ണൂർ കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ മഹോത്സവത്തിന് മുന്നോടിയായി മടപ്പുരയിലെ പുത്തരി മഹോത്സവം ഒക്ടോബർ 11, 12 തീയതികളിൽ നടക്കും. തന്ത്രി പോർക്കളത്തില്ലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സ്ഥാനമായ കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ പുത്തരി വെള്ളാട്ടം ഒക്ടോബർ 11, 12 ശനി, ഞായർ ദിവസങ്ങൾ നടക്കും. ഒട്ടുത്തിലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ശുദ്ധി, പുണ്യാഹം, വാസ്തു പിന്നെ രാത്രി പൂജ വെള്ളിയാഴ്ചയുണ്ടാവും. ശനിയാഴ്ച കാലത്ത് 5 മണിക്ക് അക്ഷതവ്യ കൂട്ടിയ ഗണപതിവും ഉഷപൂജ, ഉച്ചപൂജ.
അത് കഴിഞ്ഞിട്ട് ചന്ദ്രന് ഇത് അടിയന്തരം തുടങ്ങാൻ സമ്മതിക്കും. ഒരു 11 മണിക്ക് മലയിറക്കൽ പെൺകുറ്റിയോടുകൂടിക്ക് മലയിറക്കും. 11 രാവിലെ 5 ഗണപതി ഹോമം, 9 കലശപൂജ, തുടർന്ന് വിശേഷാൽ പൂജകൾ എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ പാരമ്പര്യ ട്രസ്റ്റി SK കുഞ്ഞിരാമൻ നായനാർ, SK വേണുഗോപാലൻ, ജയൻ ചേടിച്ചേരി, വിനോദ് മലപ്പട്ടം, മഹേഷ് നിടിയങ്ങ, രൂപേഷ് ചേടിച്ചേരി എന്നിവർ പങ്കെടുത്തു. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ വയോജനവേദി കഴിഞ്ഞ 1 വർഷമായി സംഘടിപ്പിച്ചു വരുന്ന ആഴ്ചയിൽ ഒരു നാട്ടുവർത്താനം എന്ന പരിപാടിയുടെ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന 1ാം വാർഷികാഘോഷം സമാപിച്ചു. സമാപന സമ്മേളനം തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത ഉദ്ഘാടനം ചെയ്തു. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്ന നാട്ടുവർത്തമാനം 1ാം വാർഷികാഘോഷം സമാപിച്ചു. വൈവിധ്യമാർന്ന ഒട്ടനവധി പരിപാടികളാണ് വായനശാല വയോജനവേദി സംഘടിപ്പിച്ച നാട്ടുവർത്തമാനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനം തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത ഉദ്ഘാടനം ചെയ്തു. വേദിയുടെ 1ാം വാർഷികാഘോഷം, അതായത് നാട്ടുവർത്തമാനം എന്ന പരിപാടിയുടെ 1ാം വാർഷികാഘോഷ ചടങ്ങിൽ ഇവിടെ പങ്കെടുക്കാൻ അവസരം ലഭിച്ച എനിക്ക് ഇതിൻ്റെ സംഘാടകരോടും എല്ലാവരോടും അഗൈതവമായ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുകയാണ്. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V പ്രദീപൻ അധ്യക്ഷനായി. പ്രവാസി കമ്മീഷൻ അംഗം ജാബിർ മാളിയേക്കൽ മുഖ്യാതിഥിയായി. ആഘോഷത്തോടനുബന്ധിച്ച് വയോജനങ്ങൾക്കായി നടത്തിയ ഓലമടയൽ, പ്രച്ഛന്നവേഷം തുടങ്ങി വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് വാർഡ് മെമ്പർ K വിമല സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വയോജനവേദി കൺവീനർ E രാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് ജാബിർ മാളിയേക്കൽ വായനശാലക്ക് നൽകുന്ന 10 പുസ്തകങ്ങൾ KP രാമകൃഷ്ണൻ മാസ്റ്റർ ഏറ്റുവാങ്ങി. KV മനോഹരൻ, KK സനിൽകുമാർ, MM ശശികുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൂക്കോട് ഗാന്ധി വായനശാലയുടെ ഗാന്ധി മ്യൂസിക് ട്രൂപ്പ് അവതരിപ്പിച്ച ഗാനസ്മൃതിയും വയോജനങ്ങളുടെ കലാവിരുന്നും അരങ്ങേറി. നാട്ടുവർത്തമാനത്തിന് 1 വർഷം തികയുന്ന വ്യാഴാഴ്ചയിൽ നടക്കുന്ന ആഴ്ചയിൽ ഒരു നാട്ടുവർത്തമാനത്തിൽ പിണറായി AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പാൾ ഉഷ നമ്പൂരി ടീച്ചർ മുഖ്യാതിഥിയായി. കേക്ക് മുറിച്ചും 1 വർഷത്തെ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചും പങ്കെടുത്ത മുഴുവൻ വയോജനങ്ങളും ചടങ്ങിൽ സംസാരിച്ചു. വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തോടൊപ്പം ശാരീരിക ആരോഗ്യം സംരക്ഷിക്കാനുള്ള യോഗ പരിശീലനം, കാർഷിക രംഗത്തുള്ള ഇടപെടൽ, പുസ്തക വായന, പ്രയോജന കലാട്രിപ്പ് തുടങ്ങിയ ഭാവി പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള തീരുമാനവുമായാണ് ആഘോഷ പരിപാടികൾ സമാപിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം പുന്യം പാലം യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. പുന്യം സൗത്ത് സെൻട്രൽ LP സ്കൂളിൽ TK ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഫുഗാസയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടി TK ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ദുഃഖങ്ങളിൽ ഞാൻ കരയുന്നു. ഇന്ന് ആഫ്രിക്കയിലാണ്, ആ നാട്ടിലാണ് കരയുന്നതെങ്കിൽ, ഇവിടെ അവിടെയാണ് അവർക്ക് ദുഃഖങ്ങളെങ്കിൽ ഇവിടെ ഞാൻ കരയുന്നു എന്ന് പറയുന്ന ഒരു കവിതയുടെ ഒരു 4 വരി. AP ശ്രീജ അധ്യക്ഷയായി. കലാസാഹിത്യ മേഖലകളിൽ നിസ്തൂലമായ പങ്കുവഹിച്ച CB രാഘവൻ, പ്രകാശൻ ചന്ദ്രോത്ത്, M നിഷ എന്നിവരെ ED ബീന ആദരിച്ചു. പൊന്നൻ ചന്ദ്രൻ, K ജലജ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. M ഷീബ സ്വാഗതവും സ്മിത പുന്യം നന്ദിയും പറഞ്ഞു. മാഹി ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിരമിച്ച അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. സംഘടനാ മുൻ സെക്രട്ടറി K പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മാഹി ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇക്കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വിരമിച്ച അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം സംഘടനാ പ്രസിഡന്റ് P
പി യതീന്ദ്രന്റെ അധ്യക്ഷതയിൽ സംഘടനാ മുൻ സെക്രട്ടറി കെ പവിത്ര മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പുതുച്ചേരിയിലെ മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് നേടിയ കെ സ്നേഹപ്രഭയെ ചടങ്ങിൽ ആദരിച്ചു. CH പ്രഭാകരൻ മാസ്റ്റർ, വിരമിച്ച അധ്യാപകരായ PM വിദ്യാസാഗർ, P ചിത്ര, PK സതീഷ് കുമാർ, KP ഹരീന്ദ്രൻ, SA മോഹനൻ നമ്പൂതിരി, സജിത ഭാസ്കർ സ്വാഗതവും K സജിൽകുമാർ നന്ദിയും പറഞ്ഞു. ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചയാണ്. അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടുകൂടി ചർച്ചയ്ക്ക് മുന്നോട്ട് വരണം. വിവിധ സ്കൂളുകളിലായി 36 വർഷത്തോളം സേവനമനുഷ്ഠിച്ചു. പ്രവർത്തനങ്ങളിലെല്ലാം വിദ്യാസാഗർ മാസ്റ്റർ അധ്യാപനം വേറെയായി നമ്മുടെ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ച ദീർഘകാലം ജോലി ചെയ്തത് മാഫി പ്രവർത്തനങ്ങൾ സ്കൂളിലാണ്. വായനാ മത്സര വിജയികൾക്ക് വിനോദയാത്രയൊരുക്കി വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വിനോദയാത്രയിൽ പങ്കാളികളായത്. മൊബൈൽ ഫോണും ടാബും സ്ക്രീൻ ടൈമും കവരുന്ന വിദ്യാർത്ഥികളുടെ വിലപ്പെട്ട സമയം തിരിച്ചുപിടിക്കാനുള്ള വഴിയെന്ന ചിന്തയിലാണ് വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനയിലൂടെ വാനിലേറാം എന്ന നൂതന പദ്ധതിക്ക് തുടക്കമായത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മച്ചപ്പ് ഭാരവാഹികളുടേതായിരുന്നു ആശയം. വായനാ മത്സര വിജയികൾക്ക് വിമാനയാത്രയാണ് സമ്മാനം. തൊട്ടടുത്ത സ്ഥാനത്തെത്തുന്നവർക്ക് ഏകദിന വിനോദയാത്രയും. അതിലെ വിനോദയാത്രയാണ് പൂർത്തിയായത്. ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ, ബീച്ചുകൾ, പാർക്കുകൾ എന്നിവിടങ്ങളിൽ 32 അംഗ വിദ്യാർത്ഥി സംഘം യാത്ര നടത്തി. കണ്ണൂരിലെ സർക്കസ് പ്രദർശനവും കണ്ടു. വിനോദയാത്ര സ്കൂൾ പ്രധാനാധ്യാപിക C രമ്യ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഓർമ്മച്ചപ്പ് ജനറൽ കൺവീനർ നാഷിഫ് അലിമിയാൻ, അധ്യാപകരായ AP ഷബ, വിഷിബ ബിജു, SG മിഥുൻ, ലിജിന എന്നിവർ നേതൃത്വം നൽകി. വായനയിലൂടെ വാനിലേറാം സമഗ്ര വായനാ പദ്ധതിയിൽ വിജയികളായ 6 വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ മുതൽ കൊച്ചി വരെയുള്ള വിമാനയാത്ര ഡിസംബർ മാസത്തിൽ നടക്കുമെന്ന് ഓർമ്മച്ചപ്പ് ചെയർമാൻ A വിനയകുമാർ അറിയിച്ചു. ഇന്ന് നമ്മൾ സ്കൂളിലെ കുട്ടികളോടൊപ്പം കണ്ണൂർ ജില്ലയിലെ വളരെ മനോഹരമായ കുറച്ച് സ്ഥലങ്ങൾ സന്ദർശിച്ചു. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളായ ഒരു കൂട്ടായ്മ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു മത്സരം നടത്തിയിരുന്നു. വായന പ്രോത്സാഹിപ്പിക്കാനായി വായനയിലൂടെ വാനിലേറാം എന്നാണ് അതിൻ്റെ പേര്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് നല്ലവണ്ണം കുട്ടികൾക്ക് വായനയോട് നല്ല താല്പര്യമുണ്ട്. ഇപ്പോൾ അവർ ആ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പോൾ വായനയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സ്കൂളിൽ വെച്ച് നടന്ന വായനയിലൂടെ വാനിലേറാം എന്ന പദ്ധതിയിലെ മത്സര വിജയികളാണ് ഞങ്ങൾ. വായനാ മത്സരമായിരുന്നു. എത്ര പുസ്തകങ്ങൾ വായിക്കുന്നു അങ്ങനെയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് വെച്ച് ഇൻ്റർവ്യൂ ചെയ്തെടുത്ത കുട്ടികളാണ് ഞങ്ങൾക്ക് സമ്മാനമായിട്ടുണ്ടായിരുന്നത് ഒരു യാത്രയാണ്. ആ യാത്ര ഞങ്ങൾ ഇന്ന് രാവിലെ തുടങ്ങി. നല്ല അടിപൊളി യാത്രയായിരുന്നു. ഇതുപോലെയുള്ള കുട്ടികളിലെ വായനാ സംസ്കാരം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഓർമ്മച്ചപ്പ് നടത്തിയ പരിപാടിയാണിത്. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ.
വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. STU പെരിങ്ങത്തൂരും കെയർ നീതി മേക്കുന്നും സംയുക്തമായി പെരിങ്ങത്തൂരിൽ മെഡിക്കൽ ക്യാമ്പും തൊഴിലാളികൾക്കുള്ള പ്രിവിലേജ് കാർഡ്, കാർഡിയോ ഡയബറ്റിക് കാർഡുകളുടെ വിതരണവും നടത്തി. പാനൂർ നഗരസഭ മുൻ ചെയർമാൻ നാസർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. STU പെരിങ്ങത്തൂരും കെയർ നീതി മേക്കുന്നും സംയുക്തമായി പെരിങ്ങത്തൂരിൽ മെഡിക്കൽ ക്യാമ്പും തൊഴിലാളികൾക്കുള്ള പ്രിവിലേജ് കാർഡ്, കാർഡിയോ ഡയബറ്റിക് കാർഡുകളുടെ വിതരണവും നടത്തി. പാനൂർ നഗരസഭാ ചെയർമാൻ നാസർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഒരു മാതൃകാ പ്രവർത്തനമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. കാരണം STUവിന്റെ ആളുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓട്ടോറിക്ഷ ഇവിടുത്തെ ഡൈവേഴ്സ് യൂണിറ്റ് തൊഴിലാളികളാണ്. അവരുടേതായ ജോലി തിരക്കിനിടയിലും ഇത്തരത്തിലുള്ള സംഘടനാ പ്രവർത്തനം STUവിന്റെ സ്വന്തം തൊഴിലാളി യൂണിയൻ എന്ന് പറയുന്ന STUയുടെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവർക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനിടയിലാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ ഇവിടെ STUയുടെ മുന്നോട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പെയാണ് പെരിങ്ങത്തൂർ STU രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ കൂത്തുപറമ്പ് വഹിച്ചാൽ ആദ്യമായിട്ട് അതിന് ശേഷം നമ്മുടെ ഈ പെരിങ്ങത്തൂരിലാണ് STUയുടെ യൂണിറ്റ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. സാദത്ത് അമ്പനാർ അധ്യക്ഷനായി. ഡോക്ടർ NA റഫീഖ് മാസ്റ്റർ, നൌഷാദ് അണിയാരം, ഫൈസൽ കുണ്ടത്തിൽ, സമീർ KM, TK ഹനീഫ, ഷൌക്കത്ത് KP, അൻസാർ അണിയാരം, റഹീം സഫ, നാദിഷ് കെയർ ആൻഡ് ക്യൂർ, സഫീർ കെയർ ആൻഡ് ക്യൂർ എന്നിവർ സംസാരിച്ചു. ഡയബറ്റിക് കാർഡുകളുടെ വിതരണോദ്ഘാടനം ഡോക്ടർ NA റഫീഖ് മാസ്റ്റർ T സലീമിന് കൈമാറി നിർവഹിച്ചു. തൊഴിലാളികൾക്കുള്ള പ്രിവിലേജ് കാർഡുകളുടെ വിതരണോദ്ഘാടനം റഹീം സഫ അഷ്റഫ് തൊടുവേലിന് കൈമാറി നിർവഹിച്ചു. മുസമ്മിൽ കുന്നുമ്മൽ, സുബൈർ PT, നിസാർ താഴെപ്പുരയിൽ, സലാഹ് കീപ്പാറ, ഡോക്ടർ ഷജൽ, ജിഷ, റഷ, റാഹില എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സമീർ രേരോത്ത് സ്വാഗതവും PM സലീം നന്ദിയും പറഞ്ഞു. DYFI ചമ്പാട് മേഖലാ സമ്മേളനം ഷിബുലാൽ നഗറിൽ നടന്നു. കുന്നുമൽ UP സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ 150ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. ജില്ലാ കമ്മിറ്റി അംഗം K രനിൽ ഉദ്ഘാടനം ചെയ്തു. 2 വർഷമായി നമുക്ക് സാധിക്കുന്നുണ്ട്. ആ യുവതാര ലിറ്ററേച്ചർ ഫെസ്റ്റ് DYFIയുടെ മുഖമാറ്റത്തിന്റെ കൂടി ഭാഗമാണ് എന്ന് തിരിച്ചറിയാൻ നമ്മൾ തയ്യാറായിക്കൊള്ളണം. കലാ സാംസ്കാരിക കായിക രംഗത്ത് ഇടപെടലിന്റെ ഭാഗമാണ്. ലഹരിയാവാൻ കളിയിടങ്ങളോട് എന്നുള്ള മുദ്രാവാക്യമായിട്ട് നമ്മൾ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇതൊക്കെ എന്തിനു എന്നുള്ളതിന്റെ ഉത്തരത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഇതൊക്കെ എന്തിനു എന്ന് ചോദിച്ചാൽ, നമ്മൾ ചെറുപ്പക്കാരെ, ചെറിയ കുട്ടികളെ, പുതിയ കാലഘട്ടത്തിലെ ആളുകളെ സംഘടിപ്പിക്കണമെങ്കിൽ അവർക്ക് താല്പര്യമുള്ള മേഖലകളിലേക്ക് നമ്മൾ കടന്നു പോകണം. അവർക്ക് ഇഷ്ടമുള്ള മേഖലകളിലേക്ക് കടന്നു പോകണം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നാളെ മേഖലാ സമ്മേളനമാണ്, നിങ്ങൾ എല്ലാവരും വരണം എന്ന് പറഞ്ഞാലൊന്നും അവർ വരാൻ വേണ്ടി പോകുന്നില്ല. അവരെ നിങ്ങൾ ഒരു ദിവസം ടർഫിലേക്ക് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വിളിക്കണം. ചിലപ്പോൾ അവരുടെ കയ്യിൽ കാശുണ്ടാവില്ല. നിങ്ങളുടെ നാട്ടിലെ മുതിർന്ന സഖാക്കളോട് 100 രൂപ വീതം കടം വാങ്ങി 1000 രൂപ ഉണ്ടാക്കി അവരെയും കൂട്ടി ടർഫിലേക്ക് പോകണം. ടർഫിൽ 1-2 ആഴ്ച അവരെയും കൂട്ടി ഫുട്ബോൾ നടത്തണം. യൂണിറ്റുകൾ തമ്മിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കണം. അങ്ങനെ ഫുട്ബോൾ മത്സരമൊക്കെ സംഘടിപ്പിക്കുമ്പോൾ 100 ആൾ വരുന്നതിൽ ഒരു 10-15 ആളുകൾ അടുത്ത പരിപാടിക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളോടൊപ്പം വരും. നാട്ടിൽ വായനശാലയിലേക്ക് പോകാൻ DYFI നേതാക്കൾ തയ്യാറാവണം. നാട്ടിലെ ക്ലബ്ബ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുൻനിരയിൽ നിൽക്കാൻ DYFI സഹാക്കൾ തയ്യാറാകണം. കല്യാണ വീടുകൾ, മരണ വീടുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മുൻനിരയിൽ നോക്കിയാൽ കാണുന്ന ആളുകൾ DYFIക്കാരായിരിക്കണം. മേഖലാ പ്രസിഡന്റ് K നിഷൻ അധ്യക്ഷനായി. ഹെന്ന K ദേവ്, KK ജിൻഷ എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു. CK അനുഗ്രഹ രക്തസാക്ഷി പ്രമേയവും SD അനവദ്യ അനുശോചന പ്രമേയവും മേഖലാ സെക്രട്ടറി അമൽ റാം പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ CK ശശീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. 19 യൂണിറ്റുകളിൽ നിന്നായി 150 പ്രതിനിധികൾ പങ്കെടുത്തു.
പ്രസിഡന്റായി PP നിഷിനെയും സെക്രട്ടറിയായി VK അമൽറാം, ട്രഷററായി ജിഷ്ണു ഹരിദാസിനെയും തെരഞ്ഞെടുത്തു. പാനൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫ്യൂച്ചർ ഡിസൈൻ പാനൂരിൽ കായിക ശില്പശാല സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. നാദാപുരം നാഷണൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MK മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. വി ഹാരിസ് അധ്യക്ഷത വഹിച്ചു. നാദാപുരം നാഷണൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ MK മധുസൂദനൻ കായിക ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വി ഹാരിസ് അധ്യക്ഷനായി. നിരവധി പേർ ശില്പശാലയിൽ പങ്കെടുത്തു. വിജയദശമിയോടനുബന്ധിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘം പന്ന്യന്നൂർ മണ്ഡലത്തിൽ പഥസഞ്ചലനവും പൊതുപരിപാടിയും സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ പഥസഞ്ചലനത്തിലും പൊതുപരിപാടിയിലും പങ്കെടുത്തു. കുന്നോത്തുപീടിക കേളോത്ത് പാലത്തിന് സമീപം ആരംഭിച്ച സഞ്ചലനം ഋഷിക്കരയിൽ സമാപിച്ചു. സമാപന പരിപാടിയിൽ RSS കണ്ണൂർ വിഭാഗ് സഹകാര്യവാഹ് K. ശ്രീജേഷ് ബൗദ്ധിക് നടത്തി. ചെറുതും വലുതുമായ രാഷ്ട്രത്തിന് അനുകൂലമായ ദേശീയ ബോധമുള്ള സമൂഹത്തെ ഒന്നിപ്പിച്ചുകൊണ്ട് സമഹത കാര്യശക്തിയോടുകൂടി രാഷ്ട്രത്തിന്റെ പരമമായ വൈഭവത്തിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 100 വർഷമായിട്ടും രാഷ്ട്രീയ സ്വയം സേവക സംഘവും പ്രവർത്തിച്ചു വരുന്നത്. വിജയദശമിയെ കുറിച്ച് മറ്റൊരു ഐതിഹ്യം, രാവണവൃദ്ധിയിന്മേൽ രാമവൃദ്ധിയുടെ വിജയമാണ് വിജയദശമി. രാവണനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ വിധത്തിലുള്ള കഴിവുകൾക്കും നിറഞ്ഞവൻ, അസ്ത്രവും ശസ്ത്രവും വളരെ നിഷ്പ്രയാസം കൈകാര്യം ചെയ്യുന്നവൻ, സംഗീതത്തിൽ മറുകര കണ്ടവനാണ് രാവണൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ആസുരികമായ ശക്തിയാണ്. ആ ആസുരികമായ ശക്തിയിൽ ദേവശക്തിയുടെ വിജയം കൈവരിച്ചു. നമ്മള് ദസറയായി രാമനവമിയായും ഒക്കെ ഈ ഒരു സുദിനത്തിൽ നമ്മൾ ആഘോഷിച്ചു വരികയാണ്. ലളിത സഹസ്രനാമാർച്ചനയിൽ 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ദേവി ഉപാസന ചെയ്യുന്ന സമയത്ത് 3 ശക്തികളെ കൈവരിക്കണമെന്നാണ് പറയുന്നത്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഈ 3 കാര്യങ്ങളുടെ ഉപാസനയാണ് നമ്മൾ 9 ദിനരാത്രങ്ങളിൽ ദേവി ഉപാസനയിലൂടെ നാം സാംശീകരിച്ചിട്ടുണ്ട്. भारत माता की जय. निवेदकण इविडे निൽക്കുക. ബാക്കി സ്വയംസേവകർ ഉക്ഷേപ അപക്രമ മുഷ്ടിപ്രഹാര ഉക്ഷേപ ചതുഷ്ക KP മൃദുൽ പരിചയഭാഷണം നടത്തി. ETK രമേശ്, ശ്രീഹരി, ഗീതിൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കേസരി മാസികയുടെ പന്ന്യന്നൂർ മണ്ഡല പ്രചരണ ഉദ്ഘാടനം PP മന്മഥന് നൽകിയും കുരുക്ഷേത്ര പ്രകാശൻ പുറത്തിറക്കിയ സംഘപ്രവർത്തനം കേരളത്തിൽ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം PP വേണുഗോപാലിന് നൽകിയും K. ശ്രീജേഷ് നിർവഹിച്ചു. കൃഷിയും പഠനവും പദ്ധതിയുടെ ഭാഗമായി കൃഷി പരിപാലന ബോധവൽക്കരണവും വിളവെടുപ്പ് ഉത്സവവും സംഘടിപ്പിച്ചു.
ഒയിസ്ക ഇന്റർനാഷണൽ മമ്പറം ചാപ്റ്റർ അംഗങ്ങളുടെ നേതൃത്വത്തിൽ പാനുണ്ട റോഡ് വേലാണ്ടിമുക്ക് ഫാം 88-ലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൃഷിയും പഠനവും പദ്ധതിയുടെ ഭാഗമായി കൃഷി പരിപാലന ബോധവൽക്കരണവും വിളവെടുപ്പ് ഉത്സവവും സംഘടിപ്പിച്ചു. ഒയിസ്ക ഇന്റർനാഷണൽ മമ്പറം ചാപ്റ്റർ അംഗങ്ങളുടെ നേതൃത്വത്തിൽ പാനുണ്ട റോഡ് വേലാണ്ടിമുക്ക് ഫാം 88-ൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ആത്മ പ്രൊജക്ട് ഡയറക്ടർ എം സുരേന്ദ്രൻ നിർവഹിച്ചു. ഒയിസ്ക ഇന്റർനാഷണൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പ്രഭാകരൻ കക്കോത്ത് അധ്യക്ഷനായി. ടി ചന്ദ്രൻ, അജിത് വേലാണ്ടി, എൻ കെ ഹസൻ, സുഗതൻ വി പത്മരാജൻ, NSS കോർഡിനേറ്റർ സുമേഷ് മാസ്റ്റർ, വി വിജി, കെ ജിൽന വിജീഷ്, എം ശശിധരൻ, ടി ഭാസ്കരൻ, കെ ശശിധരൻ, വി കെ ചിത്രൻ, സജീവൻ, ഗിരിജ, നളിനി എന്നിവർ സംസാരിച്ചു. വിളവെടുത്ത നേന്ത്രവാഴക്കുല മമ്പറം ഹരിതസംഘം രമേശിന് കൈമാറി. പരിപാടിയിൽ പങ്കാളികളായ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മമ്പറം NSS വളണ്ടിയർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം വെങ്കിലോട്ട് രവീന്ദ്രൻ നിർവഹിച്ചു. ചടങ്ങിൽ കൃഷിക്കാരായ രാജനെയും സുമതിയെയും ആദരിച്ചു. സ്വർണ്ണമുഖി, തിരുവോണം ഇനത്തിൽപ്പെട്ട നേന്ത്രവാഴയുടെ കൃഷിയാണ് ഒയിസ്ക ഇന്റർനാഷണൽ മമ്പറം ചാപ്റ്ററിന്റെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ 50 സെന്റ് സ്ഥലത്ത് 500ഓളം വാഴകൾ കൃഷി ചെയ്തത്. വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരൊക്കെ ആ ജോലി നടത്തിക്കൊണ്ട് തന്നെ ഇപ്പം അതായത് വർക്ക് ഫ്രം ഹോം ഒക്കെ ഉണ്ട്, അതൊക്കെ നടത്തിക്കൊണ്ട് തന്നെ കൃഷിയിലൊക്കെ ഇടപെടുന്നുണ്ട്. അതും ഹൈടെക് ഫാമിംഗ്. ഹൈടെക് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ കാണുന്ന കൃഷിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പം നിങ്ങൾ കൊല നോക്കിക്കേ, ഞാനിവിടെ വന്നാട് ചോദിച്ചു മൂത്ത കൊലയുണ്ടോ? കാരണം സാധാരണ നിങ്ങളെ കുറ്റം പറയുന്നതാന്ന് വിചാരിക്കല്ലേ, സാധാരണ വാഴ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കൊല വിളവെടുക്കുന്ന സമയത്ത് 1, 2, 3 എന്നും പറഞ്ഞ് എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പറ്റൂല, കാരണം ഇതിൻ്റെ സ്റ്റേജ് വ്യത്യാസമാണ്. അത് ചിലപ്പോൾ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു കുറച്ചൊന്ന് പരിചയക്കുറവിൻ്റെ വിഷയമായിരിക്കാം. അതുകൊണ്ടാണ് ചില കൊലകൾ മൂക്കാനാകുന്നതേ ഉള്ളൂ, ചിലത് ഏകദേശം മൂപ്പായിട്ടുണ്ട്. അപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാമെന്ന് കുഴപ്പമൊന്നുമില്ല, കാരണം എന്ന് വെച്ചാൽ സമയം ഓരോ ഘട്ടം ഘട്ടമായിട്ട് എടുക്കാമല്ലോ. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം വിളവെടുക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ സാമ്പത്തികമായിട്ട് നമുക്കൊരു കൃത്യമായൊരു പാറ്റേണിൽ പോകാൻ പറ്റും. മറ്റൊന്ന് കീടരോഗങ്ങളുടെ ഒക്കെ സാധ്യത കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. ന്യൂറോനെറ്റ് എഡ്യൂ സൊല്യൂഷന്റെ ആഭിമുഖ്യത്തിൽ ദേശീയതല അബാക്കസ് ചാമ്പ്യൻഷിപ്പ് മത്സര വിജയികളെ ആദരിച്ചു. കതിരൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. ദേശീയതല അബാക്കസ് ചാമ്പ്യൻഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കതിരൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലാണ് ആദരിച്ചത്. ചെന്നൈയിൽ നടന്ന ദേശീയതല പരീക്ഷയിൽ 582 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച സ്ഥാപനമെന്ന അംഗീകാരവും ന്യൂറോനെറ്റ് എഡ്യൂ സൊല്യൂഷന് ലഭിച്ചിരുന്നു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ ഉദ്ഘാടനം ചെയ്തു. ഏത് മേഖല എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവിടെയെല്ലാം മത്സരത്തിന്റെ തിരക്കുകൂട്ടലുകളാണ്. എവിടെയും എനിക്ക് മുൻപന്തിയിലെത്തണം, എവിടെയും ഞാൻ ഒന്നാമനാകണം എന്നുള്ള ഒരു ത്വരയാണ് നമ്മളെയെല്ലാം നയിക്കുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് വരണമെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ സഹായിക്കുന്ന, നമുക്ക് ദിശാബോധം നൽകുന്ന ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സഹകരണമാണ് ഇതിന്റെ ഭാഗമായിട്ട് ലഭ്യമായിട്ടുള്ളത്. നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം തന്നെ ലോകത്തിന് മാതൃകയായിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യമില്ലാതെ, സ്കൂളുകളില്ലാതെ, അവർക്ക് മറ്റ് സംവിധാനങ്ങളില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ കേരളം ലോകത്തിന് മാതൃകയായിട്ട് ഒരു കുട്ടി പോലും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട നിലയിലേക്കുള്ള ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ള ആ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും. കതിരൂർ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി. ചടങ്ങിൽ വെറ്റിനറി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ആർ സന്തോഷ്, സംസ്ഥാന തലത്തിലെ മികച്ച അധ്യാപകനായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരത് ചന്ദ്രൻ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സരിത ടീച്ചർ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമായി 150-ൽ പരം വിദ്യാർത്ഥികളായിരുന്നു പരീക്ഷയിൽ പങ്കെടുത്തത്.
ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂറോനെറ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സരിത പി ബുജുവിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ചീഫ് ടെക്നോളജി ഓഫീസർ പ്രജിത് പി വി സ്വാഗതവും ഇവന്റ് കോർഡിനേറ്റർ ബിജു പച്ചിരിയൻ നന്ദിയും പറഞ്ഞു. സ്വാതന്ത്ര്യാനന്തര നമ്മുടെ രാജ്യം വളർച്ചയുടെ ഔന്നത്യത്തിലെത്തിയതിൽ നമുക്ക് അഭിമാനിക്കാം. സ്വതന്ത്ര വിദ്യാഭ്യാസ രംഗത്തെ, ആരോഗ്യ രംഗത്തെ, സാമ്പത്തിക രംഗത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൊക്ലിയിൽ കൊടിതോരണങ്ങൾ നീക്കം ചെയ്യാനെത്തിയ പോലീസും സിപിഎമ്മും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും. സിപിഎം ലോക്കൽ സെക്രട്ടറി ജയേഷിന് പരിക്ക്. 20 പേർക്കെതിരെ കേസ്. മട്ടന്നൂർ സബ് ജില്ലാ കായികമേളയ്ക്കിടെ തലശ്ശേരി സിന്തറ്റിക് ട്രാക്കിൽ നിന്നും കുട്ടികൾക്ക് പൊള്ളലേറ്റു. 10 കുട്ടികൾക്ക് പരിക്ക്. അപകടത്തിനിടയാക്കിയത് നട്ടുച്ച നേരത്തെ ഓട്ട മത്സരം. കണ്ണമ്പള്ളി നൂറുദ്ദീൻ സാഹിബ് പഠന ഗവേഷണ കേന്ദ്രത്തിന് നേരെ സിപിഎം അതിക്രമം. പ്രതിഷേധവുമായി UDF ഉപവാസ സമരം നടത്തി. നിർദ്ദിഷ്ട തീരദേശ ഹൈവേയുടെ തലശ്ശേരിയിലെ അലൈൻമെന്റ് മാറ്റണമെന്ന ആവശ്യവുമായി വ്യാപാരി തൊഴിലാളി സംഘടനകൾ. മട്ടാമ്പ്രത്ത് ബുധനാഴ്ച സമരപ്രഖ്യാപന കൺവെൻഷൻ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.